അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചത് ഈ ബിൽഡേഴ്സും ക്ലയൻറ്റും തമ്മിലുള്ള കുറേ അധികം പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മളതിൽ പ്രധാനമായിട്ട് പറഞ്ഞൊരു സംഗതിയാണ് അത് പെർഫെക്റ്റായിട്ടൊരു എഗ്രിമെൻറ്റ് കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് അരുണേട്ടാ നമുക്ക് എഗ്രിമെൻറ്റ് ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടൊരു എഗ്രിമെൻറ്റ് എങ്ങനെ എഴുതാമെന്നുള്ളത് ചർച്ച ചെയ്യാം അല്ലേ? അതെ, അത് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഇഷ്യൂസ് കവർ ചെയ്യാം, എങ്ങനെ നമുക്ക് അതുവഴി ബഡ്ജറ്റ് മാനേജ് ചെയ്യാൻ പറ്റുമോ, എങ്ങനെ ഒരു ഹാപ്പി എൻഡിങ് ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അല്ലേ? രണ്ടുപേരും ഒരു നല്ല രീതിയിൽ കെട്ടിപ്പിടിച്ച് പിരിയും. വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ചാനൽ ആർക്കിഫൈ ടോക്സ്. ഗെറ്റ് ആർക്കിഫൈഡ്. ആദ്യത്തെ ചോദ്യം നിങ്ങളൊരു നല്ല എഗ്രിമെന്റ് കൊടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും എ ടു സെഡ് ഫുൾ കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. ഫുൾ കാര്യങ്ങൾ നമുക്ക് ഫൗണ്ടേഷൻ തൊട്ട് തുടങ്ങാം. അതെ, ഫൗണ്ടേഷൻ അല്ല, പ്ലാൻ. ഒരു എഗ്രിമെന്റ് വെക്കണം എന്നുണ്ടെങ്കിൽ പ്ലാൻ വേണം അല്ലേ? അതെ, തീർച്ചയായിട്ടും പ്ലാൻ ഉണ്ടെങ്കിലേ മുന്നോട്ട് നീങ്ങാൻ പറ്റൂ. അപ്പോൾ ഈ പ്ലാനിൻ്റെ കാര്യം നമ്മൾ ഈ എഗ്രിമെന്റിൽ നിന്ന് പുറത്തായിരിക്കുമോ? അതിൻ്റെ കാര്യം എങ്ങനെയായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നത് എഗ്രിമെന്റിനകത്ത്? അല്ല, നിലവിൽ നമ്മൾ പ്ലാൻ വരയ്ക്കുന്ന ആൾ തന്നെ ഈ വർക്ക് ചെയ്യണം എന്നില്ലല്ലോ, നിർബന്ധമില്ല. ഇല്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പ്ലാൻ ഇതിനകത്തൊരു ഘടകമേ അല്ല, രണ്ടായിട്ടാണ്. പക്ഷേ എഗ്രിമെൻ്റ് എഴുതാനായിട്ട് പ്ലാൻ വേണം. പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽ ഡ്രോയിങ് വേണം. അത് നമ്മൾ അതിനെക്കുറിച്ചിട്ട് നേരത്തെ ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ടുന്ന കാര്യങ്ങളെന്നുള്ളത്. ഇപ്പോൾ ഒരു എഗ്രിമെൻ്റ് എഴുതുമ്പോഴത്തേക്ക് മിനിമം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഡീറ്റെയിൽ, അതായത് സെക്ഷൻ ഡ്രോയിങ് വേണം. അതിനകത്താണ് നമ്മൾ ഏത് തരത്തിലുള്ള ഫൗണ്ടേഷനാണ്, അതിന് എത്ര ഡെപ്ത് വരെ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ വാളിൻ്റെ വിഡ്ത്ത് കാര്യങ്ങളെല്ലാം ഇതിനകത്തേക്ക് വരും. ഇനി അതിൻ്റെ 3D എലിവേഷൻ വലിയൊരു ഘടകമാണ്. കാര്യം നമുക്ക് ഒരു കോണ്ടംപററി ഡിസൈനൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ അധികം ഏരിയാസ് പ്ലെയിൻ ആയിരിക്കും. നമ്മളൊരു ട്രഡീഷണൽ സ്റ്റൈലിലേക്ക് പോകുന്ന സമയത്ത് അതിൽ കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ അധികം സ്ട്രക്ചറിൽ കൊളോണിയലാണെങ്കിൽ ഇത് രണ്ടും കൂടി ഒരു മിക്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള നമുക്കിപ്പോൾ സ്ലോപ്ഡ് റൂഫാണോ എന്ന് അറിയണം, പിന്നെ എക്സ്ട്രാ പ്രൊജക്റ്റഡ് വാളുകൾ എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയണം. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു എഗ്രിമെൻറ്റ് ക്ലിയർ ചെയ്യാനുള്ളത്. ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞു, ഇതിനകത്ത് ക്ലാഡിങ്ങിൻ്റെ കുറേ അധികം പോർഷൻസ് ഉണ്ടാവും. അതുപോലെ ഇപ്പോഴത്തെ ജാളി ഡിസൈൻസ് ഉണ്ടാവും, GA-യുടെ പോർഷൻസ് ഉണ്ടാവും, ടഫൻഡ് ഗ്ലാസ് ഉണ്ടാവും. അപ്പം ഇതെല്ലാം നമ്മൾ നേരത്തെ തന്നെ അറിയണം. ഇതൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ട എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിയണം. അപ്പോൾ നമ്മൾ പറഞ്ഞതിനകത്ത് ഒരു ഇടയ്ക്കൊരു ചോദ്യം നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, പക്ഷേ അത് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് മാറിപ്പോയി. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് പ്ലാൻസ് വേണം? നമുക്ക് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മൾ കണ്ടുവരുന്നത്, അതായത് പ്ലാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സിൽ ലെവൽ, അതായത് വിൻഡോ ലെവലിൽ നിന്ന് ഒരു ബിൽഡിങ്ങിനെ നമ്മൾ പാടെ കട്ട് ചെയ്താൽ നമ്മൾ എന്താണ് കാണുന്നത് അതാണ് പ്ലാൻ. ആ ഒരു പ്ലാൻ നമുക്ക് വേണം. ഇനി ഇതിൻ്റെ അടുത്തൊരു ഓപ്പോസിറ്റ് വശമാണ് ഇതിൻ്റെ സെക്ഷൻ. അതായത് ഈ ബിൽഡിങ്ങിനെ ഫ്രണ്ടിൽ നിന്നോ സൈഡിൽ നിന്നോ ഏതെങ്കിലും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ നെടുകെ കട്ട് ചെയ്താൽ നമ്മൾ എന്താണ് അതിനകത്ത് കാണുന്നത്. അവിടെയാണ് നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ സ്ട്രക്ചറിൻ്റെ ഹൈറ്റ്, അതിലേക്ക് എവിടെയൊക്കെ കോൺക്രീറ്റ് വരുന്നുണ്ട്, ഇനി പിന്നെ നമ്മുടെ ഷെയ്ഡ്, അതിൻ്റെ സ്റ്റീൽ സ്ട്രക്ചർ കാര്യങ്ങളെല്ലാം ഇതിനകത്താണ് വരുന്നത്. ഫൗണ്ടേഷൻ ഡീറ്റെയിൽ. അപ്പോൾ നോർമൽ കേസിൽ നമുക്കിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഒരു എഗ്രിമെൻറ്റിൽ ഒരു സാധാരണഗതിയിൽ ഒരു എഗ്രിമെൻറ്റ് നമുക്ക് അങ്ങനെ എഴുതാം. ഇതിനകത്ത് എക്സ്ട്രാ വരുന്നതെല്ലാം എക്സ്ട്രാ തന്നെയാണ്. ഒരു സാധാരണ ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പറായിട്ട് ഒരു എഗ്രിമെൻറ്റ് എങ്ങനെ എഴുതാമെന്നുള്ളതാണ്. ഫൗണ്ടേഷൻ വരുമ്പോഴത്തേക്ക് ഏത് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ അല്ലേ? എത്ര ഡെപ്ത് വേണം, എത്ര വീതി വേണം, ഈ ഫൗണ്ടേഷൻ അത്രയല്ലേ ഫൗണ്ടേഷൻ ഉള്ളൂ. പിന്നെ അതിന്റെ അടിയിൽ നമ്മളൊരു PCC ചെയ്യുമല്ലോ. അത് എല്ലായിടത്തും വേണ്ടി വരില്ല എല്ലായിടത്തും. അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ മറ്റേതുണ്ട്, ഒന്ന് മണ്ണിട്ട് ഫില്ല് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കെട്ടി കയറാറുണ്ട്. അത് വളരെ കോൺട്രാക്ടറെ സംബന്ധിച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്തതും കെട്ടി കയറുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതേതാണെന്ന് മെൻഷൻ ചെയ്യണം. തീർച്ചയായിട്ടും. അത് എത്ര വീതി, റബിൾ ആണോ ഡ്രൈ ആണോ എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യണം. പിന്നെ അതിന്റെ മേളിലേക്ക് വരുമ്പോൾ ഇനി എത്രയല്ലേ ഉള്ളൂ അവിടെ, അത് തീർന്നല്ലോ. പിന്നീട് നമുക്ക് പ്ലിന്തിന്റെ, അതായത് DPCയുടെ ഹൈറ്റ് വലിയൊരു ഘടകമാണ്. ഇതിനകത്ത് നമ്മൾ എത്ര സ്റ്റീൽ ഉപയോഗിച്ചിട്ട് എത്ര സിറപ്പ് സെറ്റിട്ടാണ് ഈ സാധനം ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ അതിന്റെ എത്ര തിക്നെസ്സും, അതിന്റെ തിക്നെസ്, അതുപോലെ ഇത് തമ്മിലുള്ള നമ്മൾ ഈ ചെയ്യുന്ന തമ്മിലുള്ള അകലം, എത്ര സ്റ്റീലാണ്, അത് എത്ര mm തിക്നെസിന്റെ ആണ്, ഏത് ബ്രാൻഡിന്റെ ആണ്. ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഉൾപ്പെടുത്തണം. ഇനി അത് ഞാൻ ചോദിച്ചില്ല, അത് നമ്മൾ എത്ര തിക്നെസ് വേണം? നമുക്ക് മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 6 ഇഞ്ചാണ്. 5 ഇഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ആ CCയുടെ ആ ഒരു ഗ്യാപ്പ് കുറയും. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് 15 സെന്റിമീറ്റർ ആണല്ലോ നമ്മൾ വരിക. അപ്പോൾ അതിൻ്റെ നമ്മുടെ ഒരു ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷന്റെ ടോട്ടൽ ഹൈറ്റ് നമുക്ക് വേണ്ടത് 45 സെന്റിമീറ്റർ ആണ്. അതായത് 3 സ്റ്റെപ്പ്. ഒരു സ്റ്റെപ്പിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ. അങ്ങനെ 50 + 50
അടുത്ത 45. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അതൊരു 15 സെൻറ്റിമീറ്റർ ചെയ്താൽ നമ്മുടെ റബ്ബിൾ 30 സെൻറ്റിമീറ്റർ ചെയ്ത് കയർത്തിയാൽ പ്ലസ് 50, അങ്ങനെ നമുക്ക് 45 കിട്ടും. അതാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് സൈസ്. 6 ഇഞ്ച് വിഡ്ത്ത്. അതുപോലെ കമ്പികൾ തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണ്? അത് മിനിമം ഒരു 50 to 20 വരെ ചെയ്യാം. അതെ, ഓക്കെ, അത് മതി അല്ലേ. അതിൽ 8 mm ആണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗം. അപ്പോൾ അത്ര ആ ഒരു സംഭവം ക്ലിയർ ആയത്. ഇനി ഇതിനകത്ത് അടുത്ത വേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും വാട്ടർ പ്രൂഫിങ്ങും അതുപോലെ നമ്മുടെ പെസ്റ്റിസൈഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാറുണ്ട്, ഈ ലെവലിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അത് വേണമെന്നവർ അത് ഉൾപ്പെടുത്തണം അല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് പിന്നീട് എഗ്രിമെന്റിൽ ഇല്ലെങ്കിൽ പിന്നീട് പറയുന്ന സമയത്ത് സംസാരം വരും. പിന്നീട് റേറ്റ് മാറും. അവർ പറയുന്നതാണ് റേറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു തേർഡ് പാർട്ടിയെ കൊണ്ടിട്ട് ഇത് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഓൾറെഡി എഗ്രിമെന്റിൽ ഇത് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, നമ്മുടെ റേറ്റിനകത്തേക്ക് അത് മാറിപ്പോകും. ഇനി ഈ നമ്മൾ വാട്ടർ പ്രൂഫിങ്ങും പെറ്റ്സ് കൺട്രോളും കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, ആരും എഴുതാത്തതും ശ്രദ്ധിക്കാത്തതുമുള്ള കാര്യമാണ് ഈ ഫൗണ്ടേഷനിലേക്ക് മണ്ണ് ബാക്ക്ഫിൽ ചെയ്യുക. ഇത് 2 രീതിയിലാണ്. ഒന്ന്, കോൺട്രാക്ട് എടുത്തിരിക്കുന്ന ആൾ തന്നെ ഇത് ചെയ്യലുണ്ട്. നിലവിൽ ബാക്ക്ഫിൽ എന്തായാലും ഇവർ ചെയ്യണം. പക്ഷേ നമ്മുടെ ഫൗണ്ടേഷനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഈ ഒരു സോയിൽ തികയാതെ വന്നാൽ എന്ത് ചെയ്യും? അതൊരു വലിയൊരു ചോദ്യമാണ്. അതായത് ഔട്ട്സോഴ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് കോൺട്രാക്ട് കൊണ്ടുവരണോ അതേ ക്ലയൻറ്റ് ഈ മണ്ണ് കൊടുക്കണമെന്നുള്ളത് അത് കൃത്യമായിട്ട് എഴുതിയിരിക്കണം. ഒരുപാട് ഇഷ്യൂ ഉള്ളൊരു സാധനമാണ് ഔട്ട്സൈഡിൽ നിന്ന് മണ്ണ് കിട്ടാൻ പാടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് സ്ലറി അല്ലെങ്കിൽ നമ്മുടെ കോറി വേസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ ഓപ്ഷനിലാണ്. അതല്ല, ഇപ്പം കിണർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വിധം കിട്ടുമെന്ന് തോന്നുന്നു. എവിടുന്നോ അത് ഇപ്പം വളരെ കുറവായിരിക്കും. ഇത് റബ്ബിൾ മെഷീനറിയിൽ വരുന്ന സമയത്ത് നമുക്ക് മണ്ണ് വലിയ രീതിയിൽ നമുക്ക് ആവശ്യമായിട്ട് വരില്ല. പക്ഷേ കോളത്തിലേക്ക് വരുന്ന സമയത്ത് എന്തായാലും നമുക്ക് ഒരുപാട് മണ്ണ് ആവശ്യമുള്ളത് വരും. അപ്പോൾ അത് കൃത്യമായിട്ട് അതിനകത്ത് ഫില്ല് ചെയ്യും, എങ്ങനെയാണ് അതിൻ്റെ കാര്യം ഒന്ന് വ്യക്തമായിട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഇതിനകത്ത് വരുന്നത് ക്യൂറിംഗ് ആണ്. നമുക്കൊരു മിനിമം ഒരു 7 days എങ്കിലും മിനിമം ചെയ്യണം. അപ്പോൾ ഈ ക്യൂറിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇപ്പം നമ്മൾ എഴുതുന്ന കോൺട്രാക്ട്സിനകത്തും നമ്മൾ ക്യൂറിങ് ചെയ്യുമെന്ന് എഴുതും. പക്ഷേ അതിൽ ഒരു ക്ലയൻറ്റ് ഒരു കടുംപിടുത്തം പിടിക്കാതെ അവരെ കൊണ്ട് നനയ്ക്കാൻ പറ്റുന്ന സമയങ്ങളിൽ നനയ്ക്കുക എന്നുള്ളത് നിങ്ങളുടെ ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ലൈഫ് കൂടുന്നൊരു കാര്യമാണ്. അത് നിർബന്ധമായും ക്ലയൻറ്റിൻ്റെ ഒരു സപ്പോർട്ട് വേണ്ടുന്ന തീർച്ചയായിട്ടും ഭാഗമാണ്. അപ്പോൾ നമ്മൾ കോൺട്രാക്ടർ എന്തായാലും തീർച്ചയായിട്ടും അത് നനയ്ക്കും. പക്ഷെ എന്നാലും ഒരു എന്താണ്, ഇപ്പോൾ രാവിലെ വൈകുന്നേരം നനയ്ക്കാൻ പറ്റത്തുള്ളൂ. ഈ പണിയുടെ ഇടയ്ക്കൊന്നും നനയ്ക്കാൻ പറ്റത്തില്ല. അതുപോലെ രാത്രിയിൽ നനയ്ക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്ന് എക്സ്ട്രാ കൊടുക്കേണ്ട ഒരു എഫർട്ടാണല്ലേ തീർച്ചയായും. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ സൈഡിൽ നമ്മുടെ വീടിന് വേണ്ടിയിട്ടാണ് ഇത് ചിന്തിച്ച് ചെയ്യുക. ഇനി നമുക്കത് കഴിഞ്ഞു, നമ്മുടെ ഫൗണ്ടേഷൻ എല്ലാം ക്ലിയറായി. അടുത്തത് നമ്മൾ കട്ട ഉപയോഗിക്കണം. അതിനകത്ത് തന്നെ പല രീതിയിലുള്ള കല്ലുകൾ പല സൈസിൽ പല മെത്തേഡിൽ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് തന്നെ ആ ഡ്രോയിങ്ങിനകത്ത് ഇതിൻ്റെ വിഡ്ത്ത് മെൻഷൻ ചെയ്തിരിക്കും. അത് നോർമലി 6 inch മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ തന്നെ 2 രീതിയിൽ ചെയ്യും. ഫുള്ള് 6 inch ചെയ്യുന്നവരുണ്ട്, ഔട്ട്സൈഡ് വാൾ 8 inch, ഇൻസൈഡ് വാൾ 6 ചെയ്യുന്നവരുണ്ട്. കുഴപ്പമില്ല, ഇല്ല ഔട്ട്സൈഡും 6 ആയ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് നമുക്ക് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അത് അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രെങ്ത് ഉള്ള നമ്മുടെ ആ ഒരു ബ്രിക്ക് ആയിരിക്കണം എന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ചുടുകല്ല് ചെയ്യാം, പിന്നെ വെട്ടുകല്ല് ചെയ്യാം, പിന്നെ സോളിഡ് ബ്ലോക്ക് ചെയ്യാം, AC ചെയ്യാം. അത് കോളം സ്ട്രക്ചറിനാണ് നമ്മൾ. അതായത് പിന്നെ ഇപ്പോൾ കംപ്രസ് ചെയ്ത് വരുന്ന ഒരുപാട് തരം ബ്രിക്ക് ഉണ്ട്, പോളിത്തൈൻ ഉണ്ട്, ഒരുപാട് സാധനങ്ങൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഏത് ടൈപ്പ് ഓഫ് ബ്രിക്ക് ആണ് എന്ന് ചെയ്യാം. എനിക്കത് ഈ അതിനകത്ത് തന്നെ ബ്രിക്കിൻ്റെ ക്വാളിറ്റിയിൽ പലതും വേരിയേഷൻസ് ഉണ്ട്, റേറ്റിൽ വേരിയേഷൻസ് ഉണ്ട്. ഇപ്പോൾ ചുടുകട്ടിലാണെങ്കിൽ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതിന് തന്നെ പല റേറ്റിൽ വരുന്നുണ്ട്, പല ക്വാളിറ്റിയിൽ വരുന്നുണ്ട്. അതുപോലെ സോളിഡ് ബ്ലോക്കിൽ തന്നെ അല്ല പല ക്വാളിറ്റിയിൽ വരുന്നുണ്ട്. അതായത് അതിൽ മിക്സ് ചെയ്യുന്ന ആ ഒരു മിക്സ് പ്രൊപ്പറേഷൻ അത് വെച്ചിട്ടുള്ള കുറേ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അതോടൊപ്പം നമ്മുടെ ഓള് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ ജോയിനറി ഡീറ്റെയിൽസ്. അതായത് ഡോർസ്, വിൻഡോസ്. ഇതിനകത്തും ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇതിൻ്റെ സൈസ് നമുക്ക് ലിൻഡർ ലെവലിൽ നിന്ന് എത്ര ഡെപ്തിലേക്ക് ഈ സാധനം ചെയ്യാം. ഇപ്പം കിച്ചൻ്റെ വിൻഡോ ഒക്കെ വരുന്ന സമയത്ത് ഇപ്പം നമ്മൾ മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ ആണ് കൊടുക്കുന്നത്. നമുക്ക് മാക്സിമം ഹൈറ്റ് ഇപ്പോൾ തൽക്കാലം ചെയ്യാൻ പറ്റുന്നത് ലിൻഡർ ലെവൽ വരെയാണ്. അതിനപ്പുറം ചെയ്യാം. ഈ പറഞ്ഞ ഹെവി എക്സ്പെൻസിലേക്ക് പലപ്പോഴും പോകാറുണ്ട്. അത് വലിയ ഗ്ലാസ് പാർട്ടീഷനൊക്കെ ആണെങ്കിലാണ് നമ്മൾ ആ രീതിയിൽ പോകുന്നത്. നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നത് ലിൻഡർ ലെവൽ വരെയാണ്. അപ്പോൾ തടി ഏത് എത്ര വീതിയുണ്ട്, എത്ര കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യണം. മാത്രമല്ല ഇതിനകത്തേക്കുള്ള പാർട്ടീഷൻസ് വളരെ വലിയൊരു ഘടകമാണ്. എത്ര അതുപോലെ തന്നെ നമുക്കിപ്പം കുറച്ച് കാലം മുന്നേ വരെ ഈ ഫ്രഞ്ച് വിൻഡോ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ടോപ്പ് പോർഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇന്ന് അത് പാടെ മാറി ആ പഴയ സ്റ്റൈലിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്.
അതായത് ടോപ്പ് ഓപ്പൺ, അതിൽ തന്നെ സൈഡ് ഓപ്പൺ കൊടുക്കാം, ഹിഞ്ച് കൊടുക്കാം, സ്ലൈഡിങ് കൊടുക്കാം, ഫിക്സഡ് കൊടുക്കാം. ഇത് ഇനി ഇതിനകത്തേക്ക് ഇടുന്ന ഒരു ഗ്ലാസ്സിൽ തന്നെ ആ ടൈമിൽ തന്നെ നമുക്ക് എഴുതി പോകാൻ പറ്റും ഇതിനകത്ത് ടഫ് ആണോ. ഇതിലാക്കിയൊന്നും ടഫ് ചെയ്യേണ്ട കാര്യമില്ല. പ്ലെയിൻ ഗ്ലാസും അതുപോലെ ഈ ബ്ലാക്ക് ഗ്ലാസ് വലിയ പിൻ ഹെഡ് വരും, അതുപോലെ കളേഡ് വരത്തില്ലേ, വരുന്നുണ്ട്. അതിന് വലിയ പ്രൈസ് ഡിഫറൻസ് ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? അല്ല, ഇത് പക്ഷെ അത് എഴുതി കഴിഞ്ഞാൽ പിന്നീട് ഒരു സംസാരത്തിന് ആവശ്യമില്ല. വേണമെങ്കിൽ ഇന്നതോ അല്ലേ, ബ്ലാക്ക് ഗ്ലാസ് വേണോ അല്ലെങ്കിൽ പിൻ ഹെഡ് ഗ്ലാസ് വേണോ, മൾട്ടിപ്പിൾ ഓപ്ഷൻ എഴുതാമല്ലോ. ചില ആൾക്കാർ ഇത് 4mm ആയിരിക്കും ഇടുന്നത്, ഇനി 5mm വേണം എന്ന് പറയുന്നത്. തിക്നെസ് ഒരു ഇമ്പോർട്ടന്റ് ആണ്. 4, 5, 6 പല തിക്നെസ് ഇടാം. മിനിമം എന്തോ വേണ്ടി വരും, പിന്നെ ഒരു 4mm ധാരാളം. ഫ്രെയിമിനകത്തേക്ക് വരുമ്പോൾ അത് സെക്കോർഡായി. അതുപോലെ ഫ്രെയിമിന്റെ ഡിസൈൻ ഏത് ടൈപ്പ് ഓഫ് വുഡാണ്, ഇപ്പൊ വുഡ് അല്ലെങ്കിൽ ഇനി സ്റ്റീലിലേക്ക് വരികയാണെങ്കിൽ ഏത് ബ്രാൻഡ് വേണം മെൻഷൻ ചെയ്തോടെ? അത് തീർച്ചയായിട്ടും ബ്രാൻഡ് മെൻഷൻ ചെയ്യാം. അതുപോലെ WPCയിലേക്ക് പോവാം, UPVCയിലേക്ക് പോവാം, അൾജീരിയൻ പ്രൊഫൈൽ അലൂമിനിയത്തിലേക്ക് പോവാം. അങ്ങനെ ഒരുപാടുണ്ട്. വെറും ഗ്ലാസ് മാത്രം ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ജാളി ഡിസൈനിലേക്ക് പോകുന്ന കുറേ സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ജോയിനറി ഡീറ്റെയിലിനകത്ത് ഇത് കൃത്യമായിട്ട് ചെയ്തു വെക്കുക. പിന്നെ നമുക്ക് അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ അവിടെയും ക്യൂറിങ്ങിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി അടുത്തത് നമ്മുടെ ലിൻഡർ ലെവലാണ്. സൺഷെയ്ഡ് 2.1, അതായത് ഡോറിനെ കവർ ചെയ്തുകൊണ്ട് ചെയ്യുന്ന ചെറിയൊരു ബീം കാര്യങ്ങളാണ്. അതിൻ്റെയും ഈ പറഞ്ഞതുപോലെ എത്രയാണ് അതിൻ്റെ ഹൈറ്റ്, തിക്നെസ് കാര്യങ്ങൾ നമ്മളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. അതിലേക്ക് സ്റ്റീൽ ഏത് ബ്രാൻഡിൻ്റെ ആണെന്ന് മെൻഷൻ ചെയ്യുന്നു, എത്ര mm ആണ്. ഇനി ഇതിൻ്റെ ഷെയ്ഡ് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഏതൊക്കെ ഏരിയയിലാണ് നമ്മൾ ഷെയ്ഡ് കൊടുക്കുക. ഇപ്പം നമുക്ക് അതായത് ഫുള്ള് കവർ ചെയ്തിട്ട് നമുക്ക് ഷെയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്താൽ നല്ലത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിലേക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് ഇനി സ്ലോപ്പ്ഡ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. അല്ല ഫ്ലാറ്റ് ആണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തു പോവുക. ആ സമയത്താണ് നമുക്ക് ഇലക്ട്രിക്കൽ പോയിന്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ ഇതിനകത്ത് എത്ര വീതി, മിനിമം 2 അടിയല്ലേ? 2 അടിയിൽ 1.5 2 ഏതിലാണ് നമ്മുടെ ഷെയ്ഡിന്റെ ഇതെന്ന് പറയുന്നത്? ഇല്ല, നമുക്ക് 2 അടിയാണ് മിനിമം എന്ന് പറയുന്നത്. അത് കൂടുതൽ വേണമെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. തീർച്ചയായും. അതിന്റെ തിക്നെസ് എത്ര ഇടുന്നത് നമ്മൾ? കോൺക്രീറ്റ് നമുക്ക് അതിന്റെ ആഫ്റ്റർ ഫിനിഷ് ഒരു 4 ഇഞ്ചിലേക്കൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മെൻഷൻ ചെയ്യുന്ന നല്ലതായിരിക്കും. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അല്ലെങ്കിൽ അവിടെയും വേണമെങ്കിൽ കൺഫ്യൂഷൻ വരാമല്ലോ. അതെ, തീർച്ചയായിട്ടും വരാം. എനിക്കൊന്ന് പുറത്തുനിന്ന് ഒരു അഭിപ്രായങ്ങൾ വരുമ്പോഴത്തേക്കാണ് ഈ ക്ലയന്റിനും അഡീഷണൽ അഭിപ്രായങ്ങൾ വരുന്നത്. അല്ല, ഇതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനം ചെയ്തു വെക്കുന്നത്. പിന്നീട് എന്ത് പറഞ്ഞാൽ ഇതിനകത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ, ഈ എഗ്രിമെന്റിൽ നിന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന വർക്ക് ചെയ്യുന്ന ആളിൻ്റെ അടുക്കൽ ക്ലയൻറ്റിന് ധൈര്യമായിട്ട് ചോദിക്കാൻ പറ്റും. അതുപോലെ അതിനകത്തേക്ക് എന്തെങ്കിലും അധികമായിട്ട് വരുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രാ പേയ്മെൻറ്റ് ക്ലയൻറ്റ് പേ ചെയ്യേണ്ടി വരും. അതെ, 2 പേർക്കും ഒരു ബാധ്യതയുണ്ട്. ഇനി അവിടെ നമ്മൾ മുകളിലേക്ക് പോകുന്നു. ലിൻഡൽ കോൺക്രീറ്റ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി നമ്മുടെ മെയിൻ റൂഫിലേക്കാണ് പോകും. ഓക്കെ. അവിടെ ഈ പറഞ്ഞതുപോലെ നമുക്ക് സങ്കൺ സ്ലാബുകൾ കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. സങ്കൺ സ്ലാബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോയ്ലറ്റ് വരുന്ന പോർഷനിലേക്ക് നമ്മൾ താഴ്ത്തിയിട്ടാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്ലാബിൻ്റെ സ്പാൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യുന്നത്. അതായത് സ്റ്റീൽ ഇപ്പോൾ 8 mm ഇടുന്നുണ്ട്, 10 mm സ്റ്റീൽ ഇടും. വലിയ സ്പാനൊക്കെ ആണെങ്കിൽ നമുക്ക് 10 mm കൊടുക്കാം. സ്റ്റീലുകൾ തമ്മിലുള്ള അകലം, അതുപോലെ തന്നെ ഇത് നമുക്ക് 1 വേ ചെയ്യലുണ്ട്, 2 വേ സ്ലാബ് ചെയ്യലുണ്ട്, 4 വേ സ്ലാബ് ചെയ്യലുണ്ട്. ഇതൊക്കെ അതിൻ്റെ വലിപ്പം കാര്യങ്ങൾ, അതിൻ്റെ ലോഡ് കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് ഡ്രോയിങ് ഉണ്ടെങ്കിലാണ് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. എത്ര ദൂരമുണ്ട്, എത്ര നീളമുണ്ട്, അതെ, അതിനകത്ത് അവിടുത്തെ വേണ്ടുന്ന ലോഡ് ബെയറിംഗ് എത്രയാണെന്ന് അത് നോക്കിയിട്ടാണ് എത്ര mm കമ്പി വേണം, അതിൻ്റെ ഗ്യാപ്പ് എത്ര വേണം, അതൊക്കെ കൺസിഡർ ചെയ്യാം അല്ലേ. ഇനി നമുക്ക് കോൺക്രീറ്റ് ഡേയുടെ അന്ന് വരുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും മാനുവലി മിക്സ് ചെയ്യുന്ന ആളുകളുണ്ടാവും, മെഷീൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നവരുണ്ടാവും, റെഡി മിക്സ് ചെയ്യുന്നവരുണ്ടാവും. ഓക്കെ. കൂടുതലും നമ്മൾ മെഷീനായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി മെഷീനിലേക്ക് വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്ന സിമെൻറ്റ്, അതിൻ്റെ പ്രൊപ്പോർഷൻ അത് മെയിനാണ്. ഏത് ബ്രാൻഡ് സിമെൻ്റാണ് ഇപ്പോൾ ഒരു ഇതുള്ള എല്ലാ കമ്പനികളും കോൺക്രീറ്റിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ട് സിമെൻറ്റ് ഇറക്കുന്നുണ്ട്. അതായത് വളരെ ഫാസ്റ്റായിട്ട് ഇത് സെറ്റിലാവും. അതുപോലെ തന്നെ സ്ട്രെങ്ത് കൂടുതലാണ്. നേരത്തെയൊക്കെ നമ്മൾ പല കെമിക്കൽസും കോൺക്രീറ്റിന് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് LW+ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ഫിക്സിൻ്റെ ഒക്കെ ഇത് വരുന്നുണ്ട്. ഇന്ന് സിമെൻറ്റുകളിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ അൾട്രാടെക്കിനെ സംബന്ധിച്ചിടത്തോളം വെതർ പ്ലസ്, രാംകോയെ സംബന്ധിച്ചിടത്തോളം ക്രീറ്റ്, പിന്നെ അത് എല്ലാ ബ്രാൻഡുകൾക്കും അതിൻ്റേതായ പ്ലസ് വരുന്ന സിമെൻറ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് കെമിക്കൽ മിക്സ് ചെയ്യേണ്ട. കെമിക്കൽ മിക്സ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്കൊരു 50 ബാഗിന് നമ്മളൊരു 200 ml വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യുക. അതായത്
അപ്പോൾ അത് കൃത്യമായിട്ട് മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ചില ആളുകളൊക്കെ ഇത് മിക്സ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാതിരിക്കലാണ് നല്ലത്. അതിനത് പ്രോപ്പറായിട്ടുള്ളൊരു വേ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ കോൺക്രീറ്റ് വോളുകളുണ്ടല്ലോ, നമ്മൾ വരുന്ന കോൺക്രീറ്റ്, അതും ശരിക്കും കോൺക്രീറ്റുമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു ടച്ച് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ടാർ ഷീറ്റുകൾ വിരിക്കലുണ്ട്. പലപ്പോഴും ചില ബിൽഡിങ്ങുകൾ നമുക്ക് അറിയാം, ഈ ഒരു കോൺക്രീറ്റിൻ്റെ തൊട്ട് താഴെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ക്രാക്സുകൾ വരുന്ന കാണാം. അത് ഇതിൻ്റെ നമുക്ക് ഇപ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഒരു വെള്ളം വലിഞ്ഞിട്ട് ഈ ഒരു ചുവരിലേക്ക് ഇത് അട്രാക്ട് ചെയ്യും. അങ്ങനെ ഒരു സാധനം ഇല്ലാതായിരിക്കാൻ വേണ്ടിയിട്ട് ഇത് തമ്മിലുള്ള ആ ഒരു ഡയറക്റ്റ് ബോണ്ടിങ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഷീറ്റുകൾ ചെയ്യാം. അതുപോലെ പ്രധാനപ്പെട്ട സംഗതിയാണ് കവറിംഗ് ബ്ലോക്ക്. ഇതൊക്കെ ഒരു 150 രൂപയാണ് ഒരു 100 പീസ് ബ്ലോക്ക് വരുന്നതിന്. പക്ഷേ ഇതിനകത്ത് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടാകുന്ന വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നേരത്തെയൊക്കെ നമ്മൾ മെറ്റൽ വെക്കലുണ്ട്. പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ഇരിക്കും. നമ്മുടെ ഇലക്ട്രിക്കൽ പൈപ്പ് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഓരോ സ്റ്റീലിനും അതിൻ്റെതായ അളവായിട്ടുള്ള കമ്പനി ഡിസൈൻ ചെയ്ത് വരുന്ന ബ്ലോക്സുകൾ. അതുപോലെ ഇനി കോൺഡ്യൂട്ട് പൈപ്സ് അത് നമുക്ക് ഏത് ബ്രാൻഡാണെന്ന് മെൻഷൻ ചെയ്യാമല്ലോ. തീർച്ചയായിട്ടും അതിൽ അത്യാവശ്യം ഒരു HDP ഹൈ ഡെൻസിറ്റി പോളിമർ വരുന്ന സാധനം തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലിൻഡനിലേക്ക് വരുന്ന സമയത്ത് തന്നെ CCTV പ്രധാനപ്പെട്ട ഘടകമുണ്ട്. ഇപ്പം എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ CCTV ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി അതിന് വേണ്ടിയിട്ട് പൈപ്പ് കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അത് മെൻഷൻ ചെയ്തില്ലെങ്കിൽ ഇവരാരും ചെയ്യലില്ല. പിന്നീട് ഇത് ചെയ്യൽ ഹെവി എക്സ്പെൻസിലേക്ക് പോകും. അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്കൊന്നും ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, CCTV ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് വൈഫൈ ക്യാമറകളൊക്കെ ആണെങ്കിൽ പോയിന്റ് മാർക്ക് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ചുകൂടി കോസ്റ്റ് എഫക്റ്റീവ് അതാണല്ലേ. ഓക്കെ. അതുപോലെ നമ്മൾ എന്തെങ്കിലും അതുപോലെ ഈ സോളാർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കണക്ഷൻസ് വരാനുള്ള പോയിന്റ്സുകൾ, ഇൻവെർട്ടർ ലൈൻസ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂമിൽ നമുക്ക് ഏതൊക്കെ റൂമിൽ AC ഉണ്ട്, അതിന് ഒരു റൂമിൽ എത്ര ഫാൻ, ഒരു ഫാനിൻ്റെ പോയിന്റാണ് സാധനം വരിക, ലൈറ്റ് പോയിന്റ് എത്ര എണ്ണം ഉണ്ട്, ഇലക്ട്രിക്കലിലേക്ക് വരും, ഫുട്ട് ലാമ്പ് എത്ര എണ്ണം ഉണ്ട്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മെൻഷൻ ചെയ്യണം. ഇത് ചെയ്തു വെച്ചാലാണ് നമുക്ക് കോൺക്രീറ്റിന്റെ ടൈമിൽ ഇത് കൃത്യമായിട്ട് ആ പൈപ്പിംഗ് ഒരു സെപ്പറേറ്റ് സെക്ഷൻ ഇലക്ട്രിക്കലിന്റെ വ്യക്തമായിട്ട് വേണം. നമ്മൾ പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ അതുപോലെ ഈ ഫൗണ്ടേഷൻ തന്നെ അതിനകത്ത് പ്രൊപ്പോർഷൻ പറഞ്ഞില്ല. സിമെന്റ് മണ്ണ് തമ്മിലുള്ള പ്രൊപ്പോർഷൻ ഇപ്പോൾ പല ആളുകളും പല രീതിയിലായിരിക്കും ചെയ്യുക. അതിപ്പോൾ നമുക്കൊരു എഴുതുന്നതല്ലേ. തീർച്ചയായിട്ടും നമുക്കൊരു ടെക്നിക്കൽ ടൈമിൽ ഇപ്പോൾ ഒരു M20 ഗ്രേഡ് കോൺക്രീറ്റ് ആണ്. M25 ഉണ്ട്, 20 ഉണ്ട്, M50 ഉണ്ട്. M50 ഒന്നും ചെയ്യരുത്. M20 ഗ്രേഡ് അത്യാവശ്യം അത് നമ്മുടെ കോൺക്രീറ്റിൽ അതല്ലേ പറഞ്ഞത്. ഫൗണ്ടേഷൻ വരത്തില്ലേ, ഫൗണ്ടേഷനകത്ത് ചാന്ത് മിക്സ് ഉണ്ടല്ലോ. അപ്പോൾ സിമെന്റ് മണ്ണോടുള്ള എത്ര പ്രൊപ്പോർഷൻ, എത്ര മണ്ണ്, ഇത്ര സിമെന്റിന് ഇത്ര മണ്ണ് വേണം. അതെ, ആ പ്രൊപ്പോർഷൻ എഴുതുന്ന നല്ലല്ലേ. തീർച്ചയായിട്ടും അത് ഏതൊരു കേസിലായാലും, അത് പ്ലാസ്റ്ററിങ്ങിന്റെ കേസിലായാലും നമ്മൾ എഴുതണം. അതെ, ഇത് തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും എഴുതണം. 3 കാര്യങ്ങളിലും അത് ഉൾപ്പെടുത്തണം. അതെ, അത് കണക്ക് സ്റ്റീലിന്റെ ബ്രാൻഡ് നമ്മൾ പറഞ്ഞു, അതുപോലെ സിമെന്റിന്റെ ബ്രാൻഡ് നമ്മൾ അത് എല്ലാ സ്ഥലത്തും ബ്രാൻഡ് മനസ്സിലായി. അതായത് ഒരു XOR ചോയ്സ് കൊടുക്കുന്ന നല്ലതല്ലേ. ഇപ്പോൾ നേരത്തെ അൾട്രാടെക് പറഞ്ഞു, അതുപോലെ രാംകോ പറഞ്ഞു, ഏതെങ്കിലും ഒരു 2-3 ബ്രാൻഡ് വേണമെങ്കിൽ കൊടുക്കാം. ചില സമയത്ത് ഇത് ഒരെണ്ണം അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ വർക്ക് അല്ലെങ്കിൽ സ്റ്റോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സ്റ്റീലിൽ തന്നെ പ്രൈമറി സ്റ്റീലുണ്ട്, സെക്കൻഡറി സ്റ്റീലുണ്ട്. അത് വേറെ വലിയ വിഷയമാണ്. അപ്പോൾ അതിൽ റേറ്റും അത്രത്തോളം വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ബ്രാൻഡും ആ ഗ്രേഡും എഴുതിയിരുന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം കഴിഞ്ഞു. സ്റ്റീൽ വരുമ്പം 2 കാര്യങ്ങൾ മനസ്സിലാക്കാം. പ്രൈമറി സ്റ്റീലാണോ സെക്കൻഡറി സ്റ്റീലാണോ, അത് ബ്രാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം കഴിഞ്ഞു. ടാറ്റ JSW അങ്ങനെ പോകുന്ന സാധനങ്ങൾ പ്രൈമറി സ്റ്റീലാണ്, അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് മിനാർ, കൈരളി, കെൻസ അതുപോലുള്ള കുറേ വൈശാഖ് അതുപോലുള്ള ബ്രാൻഡുകളിലേക്ക് വരും. നോർമലി എല്ലാവരും അതാണ്. ഗവൺമെന്റ് പ്രോജക്റ്റിനൊക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് വൈശാഖാണ്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിന്റെ കോൺക്രീറ്റ് വരെ എത്തി നിൽക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ഇലക്ട്രിക്കൽ സെക്ഷനോടെ പറഞ്ഞു അല്ലേ, എനിക്കതാണ് തോന്നുന്നത്. അപ്പോൾ ഇലക്ട്രിക് സെക്ഷനിലേക്ക് വരുമ്പോൾ നമുക്കൊരു റൂം എടുക്കാം. എക്സാമ്പിൾ, ഈ റൂമിൽ ഇത്ര ലൈറ്റ് പോയിന്റ്സ് വേണം, ഫാനിൻ്റെ ഇത്ര പോയിന്റ്സ് വേണം, AC-ക്ക് ഇത്ര പോയിന്റ് വേണം, ഫുഡ് ലാമ്പ് ഇത്ര വേണം, എത്ര സ്വിച്ചസ് വേണം, ഇത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യണ്ടേ. അത് മെയിനായിട്ട് അതിന് മുന്നേ നമ്മുടെ വയറിങ് സിംഗിൾ ഫേസ് ആണോ 3 ഫേസ് ആണോ എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. അതിനകത്ത് വെക്കുന്ന DB ബോക്സ് ഏത് ബ്രാൻഡിന്റെ ആണ്. അത് ഈ പറഞ്ഞ പോലെ 2 ഓപ്ഷൻ കൊടുക്കുക. സ്വിച്ചസ് ഏത് ബ്രാൻഡിന്റെയാണ്, വയർ ഏത് ബ്രാൻഡിന്റെയാണ്. സ്വിച്ചസ് ബ്രാൻഡ് മാത്രമല്ല, ആ കറക്റ്റ് മോഡല്, അതിൽ കളർ അത് ഭയങ്കര റേറ്റ് വേരിയേഷൻ വരും. വൈറ്റ് കഴിഞ്ഞ് ഏതിലേക്ക് പോയി കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന സാധനമാണത്. പിന്നെ അതുപോലെ തന്നെ വയറിൽ നമുക്ക് പലതരം വയറുണ്ട് അല്ലേ, ഗ്രേഡ് ഉണ്ട് അതിനകത്ത്, പിന്നെ ബ്രാൻഡ് ഉണ്ട്. പിന്നെ ലൈറ്റിന് വേണ്ടി നമുക്ക് 0.75 അല്ലെങ്കിൽ 0.5 തൊട്ട് ഇപ്പോൾ LED ഒക്കെ ആയതുകൊണ്ട് 0.5 ആയാലും കുഴപ്പമില്ല, ചെയ്യാൻ പറ്റും. 1 സ്ക്വയർ 1.5 AC-ലൊക്കെ ആകുമ്പോഴത്തേക്ക് 2.5 വരെ പോകുന്നുണ്ട്. AC-ക്ക് എനിക്ക് 2.5 നമുക്ക് നിർത്താം, ആ രീതിയിലൊക്കെ നമുക്ക് നിർത്താം. അപ്പോൾ അത് ഏത് സ്ഥലത്ത് ഏത് വയർ വേണം അല്ലേ. അതുപോലെ ഇപ്പം ചിലർ ട്വിസ്റ്റഡ് കേബിൾസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേബിൾസ് ഇച്ചിരി കോസ്റ്റ് കൂടുതലുണ്ട്. അങ്ങനെയുള്ള കേബിൾസ് വേണോ,
ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്കൊരു സാധാരണ വയറൊക്കെ ഒരു 90-100 മീറ്ററിലേക്ക് വരുന്നത് ലോങ് ലെങ്തിലേക്ക് കിട്ടും. അത് ക്ലൈൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ലാഭമൊന്നുമില്ല. കോൺട്രാക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത്തരം വയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, നല്ല സാധനമാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം. നമ്മുടെ കോൺക്രീറ്റ് കഴിഞ്ഞു, ഇത്ര ദിവസം നമ്മളത് കൃത്യമായിട്ട് അതിൻ്റെ ക്യൂറിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. പിന്നെ ഇതിലാണ് നമ്മൾ ഷട്ടറിങ്ങിൽ ഇപ്പോൾ ഒരു സ്റ്റൈലായിട്ട് വന്നിരിക്കുന്ന സാധനമാണ് നമ്മൾ റൂഫ്, അതായത് ബോട്ടം നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാതെ നമ്മൾ പ്ലെയിൻ ആയിട്ട് തന്നെ ചെയ്യലുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ജിപ്സം കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് തരുന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ പോയിന്റിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്തു വെക്കാനായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഭിത്തിയിൽ കൊടുക്കുന്ന പോയിന്റ്സ് ഒക്കെ ഹൈറ്റ് മാനേജ് ചെയ്യാം. അതെ, അല്ലെങ്കിൽ മേളിലോട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞ് പിന്നെ താഴോട്ട് കൊണ്ടുവരാൻ പറ്റില്ല, പണിയെടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ കോൺക്രീറ്റ് കഴിഞ്ഞു. ഇപ്പോൾ നമുക്കത് സിംഗിൾ ഫ്ലോറിൽ തന്നെ ചെയ്ത് നിർത്തുവാണ്. നമ്മുടെ കോൺക്രീറ്റ് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് അടുത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മിനിമം ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഷട്ടറിങ് റിമൂവ് ചെയ്യുവാണ്. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ പ്ലാസ്റ്ററിങ്ങിലേക്കാണ് പോകുന്നത്. പ്ലാസ്റ്ററിങ്ങിന് മുമ്പ് നമ്മൾ ചെയ്യാനുള്ള കാര്യമാണ് ഇലക്ട്രിക്കൽ കൺസീൽഡ്. അത് ഇൻറ്റീരിയർ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ആ സമയത്ത് നമ്മുടെ ഡ്രോയിങ് ക്ലിയർ ആയിരിക്കണം, ഇലക്ട്രിക് പോയിൻ്റ് ഉൾപ്പെടെ. കാര്യം നമ്മുടെ ബെഡ് കോട്ട്, നമ്മുടെ ഓരോ സാധനങ്ങളുടെ ഹൈറ്റ് വ്യത്യാസമാണ്. അതുപോലെ നമ്മുടെ പിന്നെ എന്താ പറയുക, ഓരോ ഇപ്പോൾ ഏതെങ്കിലും ഒരു ബാക്കി ക്യാബിൻസോ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, സ്റ്റെയറിലേക്ക് ലൈറ്റ് ഇപ്പോൾ അറിയാമല്ലോ, കുറേ ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഹൈറ്റ്, അതുപോലെ തന്നെ ഇതിൻ്റെ സ്പേസ് മാനേജ്മെൻറ്റ് കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്തിരിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ കൺസീൽഡ് ബോക്സ്, അതാണെങ്കിൽ TV യൂണിറ്റിൻ്റെ കൃത്യമായിട്ട് ചെയ്യണം. അതിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഇൻസൈഡിലൂടെ തന്നെയാണ് ഇതിൻ്റെ OS കാര്യങ്ങളെല്ലാം പോകാനുള്ളത്. നെറ്റ് കണക്ഷൻ, കേബിൾ കണക്ഷൻ, ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മാർക്ക് ചെയ്തിരിക്കും. അതുപോലെ ഇപ്പോൾ ഹോം തിയേറ്റർ ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് നേരത്തെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ, അതെ, ഇപ്പോൾ ഡോൾബി അറ്റ്മോസ് അതുപോലെ ഇപ്പോൾ 7.1 ഒക്കെയാണ്, അതിൻ്റെ കൃത്യമായിട്ടുള്ള പോയിന്റ്സ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഭിത്തിക്ക് പുറത്തുകൂടെ ഉള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. നമുക്ക് ഭിത്തിക്കകത്ത് കേബിൾസ് ഇടാം, അല്ലെങ്കിൽ ഫ്ലോറിൽ കൂടെ ഉണ്ടെങ്കിൽ ആ രീതിയിൽ നേരത്തെ ഇട്ടുപോകാം. അതെ, അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇലക്ട്രിക്കൽ സൈഡിൽ മാനേജ് ചെയ്യാം. ഇനി നമ്മൾ പ്ലാസ്റ്ററിംഗിലേക്ക് പോകും. അതിൽ തന്നെ 2 ഓപ്ഷൻ, ജിപ്സം പ്ലാസ്റ്ററിങ്, സിമന്റ് പ്ലാസ്റ്ററിംഗ്. അത് കൃത്യമായിട്ട് ഏതാണെങ്കിലും അത് മെൻഷൻ ചെയ്തിരിക്കണം, ഏത് ബ്രാൻഡാണെന്നുള്ളത്. സിമന്റ് പ്ലാസ്റ്ററിംഗിലേക്ക് വരുമ്പോഴത്തേക്കും ഒരുപാട് പുതിയ മെത്തേഡുകളുണ്ട്. നമ്മൾ നോർമലി ചെയ്തുകൊണ്ട് വരുന്ന ഒരു സാധാരണ ഉണ്ടല്ലോ നമ്മുടെ പീസാൻഡ്, മണലിപ്പോൾ കിട്ടാനില്ല, കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ അത് വെച്ച് ചെയ്യുക എന്ന് പറയുന്ന ക്ലൈൻ്റ് ഉണ്ട്. നേരത്തെ അതിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് വെക്കുക എന്നുള്ളതാണ്. നോർമൽ കേസിൽ നമ്മുടെ പ്ലാസ്റ്റിക് സാൻഡാണ്, അതിൻ്റെ പ്രൊപ്പോർഷൻസ് കാര്യങ്ങൾ, ഏത് ബ്രാൻഡ് സിമൻ്റാണ് നമ്മൾ യൂസ് ചെയ്യുക. ഈ എംസാൻഡ് തന്നെ കോൺക്രീറ്റ് ആണ്. അതെ, പീസാൻഡ് ഉപയോഗിക്കുമ്പോൾ അത് ഇപ്പം പല ബ്രാൻഡും കിട്ടുന്നുണ്ട് അതിനകത്തും, അത് വേണേൽ മെൻഷൻ ചെയ്യാൻ പറ്റുമോ? പീസാൻഡ് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ 1-2 കമ്പനീസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കിയെല്ലാം ലോക്കലി പല ക്രഷറുകളെയും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്രഷറിന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമല്ലോ. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കുന്ന സിമൻറ്റുകൾ ഇപ്പം നമുക്ക് റെഡിമിക്സ് പ്ലാസ്റ്ററിങ് വരുന്നുണ്ട് പല കമ്പനികളുടെ. അതായത് അതിലേക്ക് നമുക്ക് പീസാൻഡിൻ്റെ ആവശ്യമില്ല, ഇത് കൊണ്ടുവരുന്നു, നമ്മൾ മിക്സ് ചെയ്യുന്നു, പ്ലാസ്റ്റർ ചെയ്യുന്നു. ഇനി സിമൻറ്റിൻ്റെ മാത്രമായിട്ട്, അതായത് പ്ലാസ്റ്ററിങ്ങിന് മാത്രമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന സിമൻറ്റുകളുണ്ട്, അത് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്ലാസ്റ്ററിങ്ങിന് ഔട്ട്സൈഡ് വാള്, അത് നമ്മൾ മുമ്പൊരിക്കൽ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ എത്ര തിക്നെസ് വേണം എന്നുള്ളത്. ആ രീതിയിൽ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. അതിൻ്റെ ക്യൂറിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നീട് അടുത്തത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ഇൻറ്റീരിയർ ഉണ്ടെങ്കിൽ അത് വേറെ സെക്ഷനാണ്, അത് അതിനകത്ത് വരുന്നില്ല. പിന്നെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്കൊന്ന് പ്ലംബിംഗ് ആണ്. ടൈലിങ്ങിന് മുമ്പ് പ്ലാസ്റ്ററിങ് കഴിഞ്ഞാൽ ആഫ്റ്റർ പ്ലാസ്റ്ററിങ്. അപ്പം അത് കൃത്യമായിട്ട് ഏത് ബ്രാൻഡ് പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ബാത്റൂമിൽ സാധാരണ കാണുന്നത് പറഞ്ഞാൽ പ്ലാസ്റ്റർ ചെയ്തതിന് ശേഷമാണ് കൺസീൽഡ് സാധനങ്ങളെല്ലാം കറക്റ്റ് ചെയ്യുന്നത്. അതെ, അതിൻ്റെ ആവശ്യമുള്ളൂ, അതിന് മുമ്പേ ചെയ്യാൻ പറ്റില്ല. അതിന് മുമ്പേ ചെയ്ത് കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പെർഫെക്റ്റ് ഫിനിഷ് അതിനകത്ത് കിട്ടലില്ല, ഫിറ്റ് കിട്ടത്തില്ല. ഇത് കൃത്യമായിട്ട് നമുക്ക് പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് മെഷീൻ ഉപയോഗിച്ചിട്ട് വളരെ വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അത് പ്ലംബിങ്ങിലേക്ക് വരുമ്പം നമുക്ക് നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ എത്ര തിക്നെസ് ആണ്, ഏത് ബ്രാൻഡാണ്, അത് ശരിക്കും നമുക്ക് വാട്ടർ ടാങ്ക് പോലും സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ്. അവിടുത്തെ നമുക്ക് എത്ര ഇഞ്ച് പൈപ്പാണ് നമുക്ക് താഴേക്ക് വരിക, കൺസീൽഡിന് എത്ര ഇഞ്ച് പൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഏത് ടൈപ്സ് ഓഫ് ചൂടുവെള്ളം വരാനും അതിൻ്റെയൊക്കെ ഉണ്ടല്ലോ, PPR ചെയ്യാം, അതെ, CPVC ചെയ്യാം, അങ്ങനെ ഒത്തിരി ടൈപ്പ് പൈപ്സ് ഉണ്ട്. അത് ഏത് ബ്രാൻഡ് വേണമെന്ന് ഇപ്പോൾ സുപ്രീമൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര റേറ്റ് വരും, അത്യാവശ്യം റേറ്റ്. ഫിനോലെക്സ്, സുപ്രീം അങ്ങനെയുള്ള ബ്രാൻഡ് കമ്പനികളിലേക്ക് പോവാം, ലോക്കലിലേക്ക് വരാം. പക്ഷേ എപ്പോഴും കൺസീൽഡ് സാധനങ്ങളൊക്കെ ലോക്കൽ ബ്രാൻഡ് യൂസ് ചെയ്യാത്തതാണ് നല്ലത്. കിലോയ്ക്ക് തൂക്കി കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, ഒരു കാരണവശാലും ഇതിനകത്ത് മേടിച്ച് യൂസ് ചെയ്യരുത്. ഇനി നമുക്ക് മിക്സർ
ഏതൊക്കെ ബാത്റൂമിൽ വേണം എന്നുള്ളത് കൃത്യമായിട്ട് എഴുതണം. വാട്ടർ ഹീറ്റർ എവിടെയൊക്കെ വേണം. അതുപോലെ തന്നെ നമുക്ക് വരുന്ന ക്ലോസറ്റ്, 1 പീസ് ക്ലോസറ്റിൻ്റെ കോസ്റ്റ് അല്ല കൺസീഡറിൽ നമുക്ക് വാൾ മൗണ്ടിലേക്ക് വരുന്ന സമയത്ത്. അപ്പോൾ അത് കൃത്യമായിട്ട് വാൾ മൗണ്ട് ആണോ 1 പീസ് ആണോ എന്ന് മെഷർ ചെയ്തിരിക്കണം. അതുപോലെ പിന്നെ സോളാർ വാട്ടർ ഹീറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ പോയിൻ്റ് കാര്യങ്ങൾ ഇടണം. നമുക്ക് പിന്നെ വാട്ടർ ലൈനിലേക്ക് പോകുന്ന സമയത്ത് മറ്റേ ഓട്ടോമാറ്റിക് ഇതുണ്ടല്ലോ നമ്മുടെ പമ്പ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത്, അത് പ്രഷർ പമ്പ് ഉണ്ടെങ്കിൽ ഇടുന്ന പൈപ്പിൽ വ്യത്യാസം വരും. ആ പ്രഷർ താങ്ങാനുള്ള കപ്പാസിറ്റിയുള്ള പൈപ്പായിരിക്കണം. അപ്പോൾ അത് മെൻഷൻ ചെയ്തേക്കണം. ഇനി പ്ലംബിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ നമുക്ക് അർജൻറ്റായിട്ട് ചെയ്യാനുള്ള, ടൈലിങ്ങിന് മുമ്പ് ചെയ്യാനുള്ള സാധനമാണ് ടോയ്ലറ്റ് വാട്ടർ പ്രൂഫിങ്. അതിന് മുന്നേ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പ്രഷർ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ടാങ്ക് വെച്ചിട്ട് നമുക്ക് വെള്ളം കെട്ടി നിർത്തിയിട്ട് നമുക്ക് ഈ ലൈൻ എല്ലാം ചെക്ക് ചെയ്യാൻ പറ്റും. ടൈൽസ് ഇട്ടതിന് ശേഷം ഇതൊന്നും അറിയത്തില്ല എവിടെ ലീക്ക് ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഒരു പ്രഷർ പമ്പ് വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് ടാങ്ക് വെക്കണം എന്നില്ല, നമുക്കത് ചെക്ക് ചെയ്യാം. ഒരു ഇത്ര ടൈം ആ ഒരു കമ്പനി പറയുന്നുണ്ട്, അതിനകത്തേക്ക് നമുക്ക് വെള്ളം നിറച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ച് പ്രഷറിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ അറിയാം. അത് സോൾവ് ചെയ്തതിന് ശേഷം മാത്രം വാട്ടർ പ്രൂഫ് ചെയ്യുക. ഇനി ടൈലിങ്ങിലേക്ക് പോകും. അതുപോലെ ടാങ്ക് സ്റ്റീലാണോ, എത്ര ലിറ്ററിൻ്റെ ആണ്, അല്ലെങ്കിൽ നോർമൽ ടാങ്ക് ആണോ, എത്ര ടാങ്ക് ആണ്. ഇപ്പോൾ 2 ടാങ്ക് മിക്കവാറും എല്ലാവരും ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ലൈൻ വാട്ടറിന് ഒരു ടാങ്ക്, നമ്മുടെ കോമൺ യൂസിന് ഒരു ടാങ്കായിട്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ സ്റ്റാൻഡ് ചെയ്യണോ, എത്ര ഹൈറ്റിൽ വെക്കണം എന്നൊക്കെ ഉള്ള കുറേ സംശയങ്ങൾ വരും. അതെല്ലാം മെൻഷൻ ചെയ്തേക്കും. അപ്പോൾ നമ്മൾ വാട്ടർ ടാങ്കിൻ്റെ എത്ര ഹൈറ്റ് വേണം, എനിക്കൊന്ന് വാട്ടർ ടാങ്ക് കുറച്ച് ഹൈറ്റ് കൂട്ടി വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമുക്ക് ഡബിൾ ഫ്ലോർ ബിൽഡിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെയിം ലെവലിൽ മുകളിൽ വെച്ചാൽ മുകളിലത്തെ ടോയ്ലറ്റിൽ എന്തായാലും പ്രഷർ വരത്തില്ല. ആ സമയത്ത് മിനിമം ഏറ്റവും കുറഞ്ഞത് ഒരു 5 അടിയെങ്കിലും ഹൈറ്റിലേക്ക് ടാങ്ക് ചെയ്യാൻ നല്ല പ്രഷറിൽ വെള്ളം കിട്ടും. അതൊരു സ്റ്റാൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഭാവിയിൽ ക്ലീൻ ചെയ്യാനുള്ള സൗകര്യം കൂടി ഉൾപ്പെടുത്തി ചെയ്ത് കഴിഞ്ഞാൽ നല്ലത്. ഇനി സോളാർ വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷനും പ്രോപ്പറായിട്ട് ഇപ്പോഴേ പ്ലാൻ ചെയ്യണം. തീർച്ചയായും. അല്ലെങ്കിൽ അന്ന് ആ സമയത്ത് സോളാർ വെക്കുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ വരും. അപ്പം അത്രയാണ് ആ ഒരു സെക്ഷനിൽ വരുന്ന കാര്യങ്ങൾ. എനിക്ക് ആ സെക്ഷൻ മൊത്തം കവർ ചെയ്ത് കഴിഞ്ഞില്ലേ. ഇനി അതുപോലെ പ്ലംബിങ്ങിനകത്ത് മറ്റൊരു വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റിക് ടാങ്ക്. അതുപോലെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫൗണ്ടേഷൻ്റെ മണ്ണ് ഫില്ല് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ല. നിങ്ങൾ കിണറിൻ്റെ കേസ് അന്നേരം ചോദിച്ചു. സ്റ്റാർട്ടിങ് തന്നെ സെപ്റ്റിക് ടാങ്കിൻ്റെയും കൂടെ നമ്മൾ ആ പിറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ മണ്ണും കൂടി നമുക്ക് ഫൗണ്ടേഷനകത്ത് യൂസ് ചെയ്യാം. ഓക്കെ, അത് കുറച്ച് ബെറ്ററാണ്. ചില സ്ഥലങ്ങളിൽ നമ്മൾ ബിൽഡിങ്ങിൻ്റെ വർക്ക് തീരുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്പേസ് കുറഞ്ഞു വരും. പിന്നീട് നമ്മുടെ റെഡിമെയ്ഡ് ടാങ്കൊക്കെ ആണെങ്കിൽ പുറകിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ സെപ്റ്റിക് ടാങ്ക് ഏത് ടൈപ്പാണ്? കോൺക്രീറ്റ് ചെയ്യാം, ചെയ്യാൻ പറ്റും. നമുക്ക് മാനുവലി ഇപ്പം നമ്മുടെ തെക്കൻ ഭാഗത്തൊക്കെ ആണെങ്കിൽ നമ്മൾ കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏത് ടൈപ്പ് ആണെന്ന് വ്യക്തമായിട്ട് മെൻഷൻ ചെയ്യുക. അതിന്റെ വലിപ്പം എത്ര ചേമ്പർ കാര്യങ്ങളൊക്കെ. PVC ഒക്കെ ആണെങ്കിൽ എത്ര ഫ്ലഷ് എന്നൊക്കെയാണ് പറയുന്നത്. അതൊരു ടെക്നിക്കൽ കണക്കൊന്നും അല്ലെങ്കിലും പറയുന്നത്. അപ്പോൾ അത് എത്ര ഫ്ലഷിൻ്റെ ആണെങ്കിൽ അത്ര ഫ്ലഷിൻ്റെ ആണെന്ന് മെൻഷൻ ചെയ്യുക. ഏത് ബ്രാൻഡ് വേണമെങ്കിൽ ബ്രാൻഡ് മെൻഷൻ ചെയ്യുക. അപ്പോൾ ആ ഒരു സംഭവം കഴിഞ്ഞു. പിന്നെ വേറെ എന്താണ് അതിനകത്ത് പ്രത്യേകിച്ച് പറയാനുള്ളത്? ഈ പ്ലംബിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആഫ്റ്റർ ഫിറ്റിങ്സിനകത്താണ് നമ്മൾ വരുന്നത്. കാര്യം നമുക്ക് മിക്സർ വരാം, ഡൈവേർട്ട് ചെയ്യാൻ പറ്റും അല്ലേ. പിന്നെ ഇതിനകത്ത് നമുക്ക് കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഒരു പിന്നെ അതിന്റെ ടാപ്പ് കാര്യങ്ങൾക്കൊക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളതുണ്ട്. ഫിറ്റിംഗ്സിലേക്ക് വരുമ്പോൾ പല റേറ്റിലുള്ള എനിക്കൊന്ന് ഈ നേരത്തെ പറഞ്ഞ സിംഗിൾ പീസ് ആണ് അതൊക്കെ പറഞ്ഞില്ലേ, അത് ഇത്ര റേറ്റ് മെൻഷൻ ചെയ്യുന്നില്ല നല്ലത്. തീർച്ചയായും അത് ബ്രാൻഡ് പോലും ചെയ്യണം എന്നില്ല. ശരിക്കും ഇപ്പൊ ഒരു സിംഗിൾ പീസ് ഒക്കെ ആണെങ്കിൽ ഒരു 10,000 ഒക്കെ ആയിരിക്കും സാധാരണ. അതെ, അപ്പൊ ആ ഒരു റേറ്റിൽ ഏത് ബ്രാൻഡ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇനി ഇത്ര ഒരു അഗ്രിമെന്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ അരുൺ ഒരു ക്ലോസറ്റ് സെലക്ട് ചെയ്യാൻ പോയി, നിങ്ങൾക്ക് ഒരു കുറച്ചുകൂടി ഹൈ എൻഡ് മോഡലാണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഈ ഒരു റേറ്റിന് മുകളിലേക്ക് നിങ്ങൾ ആ ക്യാഷ് പേ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. അവിടെ പിന്നെ ആ ഒരു തർക്കത്തിന് ഒരു ഇത് വരുന്നില്ല. ആ സ്ഥലത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ആയിരിക്കും നല്ലത്. ഇപ്പൊ ക്ലോസറ്റ് മേടിക്കുക, അതുപോലെ CP ഫിറ്റിംഗ്സിലേക്ക് വരുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്റ്റിലേക്കും ആ ഒരു ടൈം ആയിരിക്കും നല്ലത്. തീർച്ചയായിട്ടും. അപ്പോൾ അതിനകത്ത് എനിക്കൊന്ന് ഇപ്പം ഞാനിത് പറയുന്നത് വെച്ചാൽ നമ്മൾ വീട് വെച്ചപ്പോൾ ഉണ്ടായ കുറച്ച് മിസ്റ്റേക്കുകൾ വെച്ചിട്ടാണ് പറയുന്ന കുറേ കാര്യങ്ങൾ. എത്ര ഇഞ്ചുള്ള ഷവർ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇഞ്ച് വരുമ്പോൾ റേറ്റ് വ്യത്യാസം വരും. അതുപോലെ അതിൻ്റെ അതിൻ്റെ ലെഗിൻ്റെ നീളം അതൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അത് ഉപയോഗിക്കുക. അതുപോലെ ഡൈവർട്ടർ ഏത് ബ്രാൻഡ് അല്ലെങ്കിൽ പ്രൈസ്, ഇത്ര വിലയുള്ള ഡൈവർട്ടർ, ഇത്ര വിലയുള്ള മിക്സർ, ഇത്ര വിലയുള്ള ഇപ്പോൾ ഹീറ്റർ വെച്ചിരുത്തില്ലല്ലോ. അപ്പോൾ അത് എല്ലാം വില മെൻഷൻ ചെയ്യുക. അതുപോലെ കിച്ചണിലേക്ക് വരുന്നത് ഏതൊക്കെ ബാത്റൂമിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഏത് ബ്രാൻഡാണ്, എത്ര ഇഞ്ചാണ് അത് വ്യക്തമായിട്ട് മെൻഷൻ ചെയ്താൽ കുറച്ച് നല്ലതായിരിക്കും. ഇനി പൈപ്പിലേക്ക് വരുമ്പോൾ അത് ഇത്ര വിലയുള്ള ഓരോ സിങ്കോക്ക് വരുമ്പോഴത്തേക്ക് ഇത്ര വിലയുള്ള പ്രോഡക്റ്റുകൾ, അതുപോലെ ആംഗിൾ കോക്ക് വരികയാണെങ്കിൽ ഇത്ര വിലയുള്ളത്. അതായത് ടോയ്ലറ്റിനകത്തേക്ക് നമ്മൾ വാഷ് ബേസിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, മിറർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ,
ഇനി അത് വാഷ് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് അത്യാവശ്യം എസ്തെറ്റിക്കലി അത്യാവശ്യം റേറ്റുള്ള ഒരു സാധനമായിരിക്കുമല്ലോ നമ്മൾ ചെയ്യുന്നത്. അത് എത്ര ബഡ്ജറ്റാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അതെല്ലാം ഒരു വില മെൻഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇന്ന സ്ഥലത്ത് ഇന്ന സാധനം ഉണ്ട്. ഇപ്പോൾ ബാത്റൂമിൽ ഒരു വാഷ് ബേസിൻ ഉണ്ട്, അത് ഇത്ര രൂപയുടെ ബഡ്ജറ്റ്. ഇപ്പോൾ കിച്ചണിൽ സിങ്ക് ഉണ്ടെങ്കിൽ ആ സിങ്ക് ഇത്ര ബഡ്ജറ്റ്. വേണമെങ്കിൽ ബ്രാൻഡ് കൂടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ ബ്രാൻഡ് ഇല്ലെങ്കിൽ ആ ബഡ്ജറ്റ് എക്സീഡ് ആയി കഴിഞ്ഞാൽ കസ്റ്റമർ അത് സഹിച്ചാൽ മതിയല്ലോ, എക്സ്ട്രാ പേ ചെയ്യുക. ഇന്ന പൈപ്പ് അത് എനിക്ക് കസ്റ്റമർ സെലക്ഷൻ എപ്പോഴും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ആ കാര്യങ്ങളൊക്കെ അതാ ശരിക്കും അതിനകത്ത് നമ്മൾ കൈ കടത്താൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ എക്സ്ട്രാ എമൗണ്ട് വരുവാണെങ്കിൽ അതൊന്നും പറയാതെ പേ ചെയ്യുക. ഇനി കിച്ചണിലേക്ക് വരുമ്പം അതുപോലെ തന്നെ കിച്ചൺ മോഡുലാർ കിച്ചൺ ആണോ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് അത് ഇന്റീരിയറിലേക്ക് വരുന്നതാണ്. അത് ശരിക്കും അത് വേറെ കാര്യമുണ്ട്, ഈ സ്ലാബ് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു ഡൗട്ട് വരും. അതുപോലെ ചില കോൺട്രാക്റ്റിൽ ഇപ്പൊ കിച്ചൺ ഉൾപ്പെടെ ചെയ്ത് കൊടുക്കുന്ന കോൺട്രാക്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ആ സമയത്താണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. എനിക്ക് നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ? ചെയ്യാറുണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് കിച്ചൺ ആണ്, അതിനകത്ത് എന്തൊക്കെ വരും, അതിനകത്ത് മോഡുലാർ കിച്ചണിൽ എന്തൊക്കെ ആക്സസറീസ് കാര്യങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. കാരണം ആക്സസറീസ് ഒക്കെ ഭയങ്കര റേറ്റാണ്. അതുപോലെ ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് അതിൻ്റെ. ഇപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളത് തന്നെ ഇതിന്റെ സ്ലാബ് എത്ര മെറ്റീരിയൽ നമ്മൾ പറഞ്ഞു. അത് ഏകദേശം 120 രൂപ മുതൽ 1200 രൂപ വരെയുള്ള മെറ്റീരിയലുണ്ട്. അതെ, അപ്പോൾ അതിനൊക്കെ ഒരു വ്യക്തമായ ധാരണ ഉണ്ടാക്കിയെടുക്കും. കിച്ചൺ സൈഡ് തീരുന്നു. അതുപോലെ ഫ്ലോറിലേക്ക് വരികയാണെങ്കിൽ ടൈലോ ഗ്രാനൈറ്റോ മാർബിളോ അത് വില അല്ലേ, വിലയാണ്. പിന്നെ സൈസ് നമുക്ക് വെച്ചിട്ട് സാധാരണ മിക്കവാറും ഒരു ലോ ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും 2x2 ആണ് അല്ലേ, അവർ ഡിഫോൾട്ടായിട്ട് അതായിരിക്കും എഴുതുന്നത്. 4x2 വരുന്ന സമയത്ത് അവർ പറയും ലേബർ കോസ്റ്റ് കൂടുതലാണ്. പിന്നെ അതിനകത്ത് സ്പേസർ ഇടണോ, എത്ര സ്പേസറാണ്. പിന്നെ വേറൊരു കേസാണ് ചില ക്ലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഗ്രിമെൻ്റ് എഴുതിയാൽ കൂടിയും പല റൂമിലും പല കളേഴ്സ് ഇടുന്ന ക്ലയൻസ് ഉണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരുപാട് വേസ്റ്റേജ് പോകും ഈ ബിൽഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ ടോയ്ലറ്റിൽ തന്നെ ഇപ്പോൾ ഒരു 4-5 കളറ്, അതുപോലെ ഈ പിന്നെ സ്ട്രൈപ്സ് ഒക്കെ കൊടുത്തിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ലേബർ എക്സ്ട്രാ വരും. അതൊക്കെ ആദ്യം ഒരു ധാരണ ഉണ്ടാവണം. എൻ്റെ ഞാനൊക്കെ വീട് ചെയ്ത സമയത്ത് ബാത്റൂമിൽ എന്ത് ചെയ്യണം എന്നുള്ള ഡിസൈൻ എൻ്റെ ഉണ്ടായിരുന്നു, എങ്ങനെ ടൈൽ ഒട്ടിക്കണം എന്നുള്ള വ്യക്തമായ ഡിസൈൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളുടെ കാര്യമൊന്നുമില്ല. പിന്നീട് നമ്മൾ സംസാരിക്കേണ്ട ഒരു ഇന്നതാണ് വേണ്ടുന്നത് വ്യക്തമായി പറഞ്ഞു കൊടുത്താൽ അവിടെ തന്നെ അതിനുള്ള റേറ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു 1 year പരിപാടിയാണ്. അപ്പോൾ ചെറിയ വേരിയേഷൻസ് ഒക്കെ എന്തായാലും വരാം, ചിലപ്പോൾ കുറയാം, ചിലപ്പോൾ കൂടാം. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ചില കോൺട്രാക്റ്റിൽ അതും എഴുതാറുണ്ട്, ഈ 5% പ്രൈസ് വേരിയേഷൻ ഉണ്ടെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി നമ്മൾ ടോയ്ലറ്റ് പറയുമ്പോൾ തന്നെ മെയിനാണ് ഈ ടോയ്ലറ്റ് ഡോറ്. ടൈൽ ഇത്രയല്ലേ ഉള്ളൂ. ടൈല് ഏത് സൈസ്, വലിയ സൈസിലേക്ക് കൂടിക്കഴിഞ്ഞാൽ അതിനകത്ത് ലേയിങ് കോസ്റ്റിൽ ചേഞ്ച് വരും. അതാണ് അതിനകത്ത് ലേയിങ് കോസ്റ്റിൽ മാത്രമല്ല ടൈലിൻ്റെ കേസിലും. അതെ. അപ്പോൾ റേറ്റ് എഴുതിയിട്ടുണ്ടല്ലോ നമ്മളിപ്പോൾ റേറ്റ് എഴുതിയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. പക്ഷേ അതിനകത്ത് എക്സ്ട്രാ വരുന്നത് ലേബർ കോസ്റ്റ് ആണ്, ലേയിങ് കോസ്റ്റ് വേരിയേഷൻ വരും. അതാണ് അതിനകത്ത് മറ്റൊരു വ്യത്യാസം. പിന്നെ സ്പേസർ ഇടുക, അപ്പോക്സി ചെയ്യുക, ഈ സാധനങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുക. അപ്പോൾ ടൈലിൻ്റെ കാര്യങ്ങൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു തോന്നുന്നു അല്ലേ? ഓക്കെ. ഇപ്പോൾ മാർബിൾ ആണെങ്കിൽ പിന്നെ അഡീഷണൽ കാര്യങ്ങൾ വരും, അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് നോക്കി ചെയ്യുക. അപ്പോൾ ആ ഫ്ലോറിംഗ്. അതുപോലെ ഈ ഇപ്പം ടൈലിൻ്റെ കേസ് പറയുമ്പോഴാണ് നമ്മൾ ഈ യൂണിയൻ്റെ ഒരു പ്രോബ്ലം വരുന്നത്. അത് ചില സ്ഥലങ്ങളിൽ അല്ല, കൂടുതൽ പ്രശ്നം വരുന്നത് ഇത് ഇവർ നോക്കി നിൽക്കുന്ന ഒരു ഏരിയയാണ് ഈ ടൈൽസിലെ. അപ്പോൾ അത് ശരിക്കും ഈ യൂണിയൻ ചാർജ് അത് കൃത്യമായിട്ട് ആദ്യം തന്നെ മെൻഷൻ ചെയ്തിരിക്കും. ക്ലൈൻ്റ് ആണോ പ്രൊവൈഡ് ചെയ്യാനുള്ളത്, അതേ കോൺട്രാക്ടർ ആണോ എന്നുള്ളത്. അപ്പോൾ അതിനകത്തും പിന്നീട് ഒരു സംസാരമില്ല. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ടോയ്ലറ്റ് ഡോർ വലിയൊരു ഘടകമാണ്. കാര്യം നമുക്ക് അത്യാവശ്യം നല്ലൊരു ഡോറിന് ഏകദേശം ഒരു 9,500 രൂപയൊക്കെയാണ്. ഒരു 9,000 രൂപയെങ്കിലും റേറ്റ് വരും നമ്മൾ FRP പോലുള്ള ഡോർ ചെയ്യുമ്പോൾ. അതേസമയം 2,800-3,000 രൂപയ്ക്ക് നമുക്ക് നോർമൽ ഡോർ ചെയ്യാം. അപ്പോൾ അത് കൃത്യമായിട്ട് ഏത് ഡോറാണ് എന്നുള്ളതാണ് കാര്യം. ഈ 3,000 രൂപയാണ് ഇയാളെ മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നാളെ 4 ബാത്റൂമിൽ 9,000 രൂപ ഡോർ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. അപ്പോൾ അത് PVC ഡോറാണോ FRP ആണോ എന്താണ് WPC ആണോ എന്നുള്ളത് നമുക്ക് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സംഗതി കഴിഞ്ഞു. പിന്നെ അടുത്തതെന്ന് പറഞ്ഞത് നമുക്ക് മെയിനായിട്ട് ഒബ്വിയസ്ലി നമ്മുടെ പെയിന്റിങ് തന്നെയാണ് അല്ലേ. പെയിന്റിങ്ങിനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് പറയാമല്ലോ, ഇന്ന ബ്രാൻഡ്, എത്ര കോട്ടാണ്, സ്റ്റാർട്ടിങ് എന്താണ്. പലപ്പോഴും ഫസ്റ്റ് ഒരു പ്രൈമർ കോട്ട്, അത് കഴിഞ്ഞിട്ട് വാൾ പുട്ടി. പക്ഷേ പ്രൈമർ കോട്ടല്ല ശരിക്കും ഈ പുട്ടി എന്ന് പറയുന്നത് സിമന്റ് ബേസ്ഡ് ആണ്. അപ്പോൾ അത് ഡയറക്റ്റ് ഇടാനുള്ളതാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇതിൽ നമുക്ക് ഒരുപാട് ഇപ്പോൾ 2K പ്രൊട്ടക്ടറുകളുണ്ട് ഈ കാപ്പിലറി ആക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. അതുപോലെ റൂഫിൽ വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. ഇനിയിപ്പോൾ ഇത് വരുമ്പോൾ ചിലർ പ്രൈമർ അടിക്കും, ചിലർ ഡയറക്റ്റ് പുട്ടിയിലേക്ക് പോകും. അത് പുട്ടിക്കകത്ത് തന്നെ എത്ര കോട്ട് ഇല്ല, 2 ലെയർ പുട്ടി ഉള്ളതുകൊണ്ട്, സിംഗിൾ ലെയർ ഉള്ളതുകൊണ്ട്, പിന്നെ അകത്തും പുറത്തും
എക്സ്റ്റേണൽ ഉണ്ട്, വാട്ടർ പ്രൂഫിംഗ് പുട്ടിയുണ്ട്, അല്ലാതെ ഉണ്ട്. അത് ഏതാണെന്നുള്ളത്, അതുപോലെ എത്ര ഏരിയയിൽ പുട്ടി ഇടുന്നുണ്ട് അത് പറയണ്ടേ. പുട്ടിയെ കുറിച്ചിട്ട് സംസാരിച്ചപ്പോ ഏറെ ഇത് ഒരാഴ്ച ആയതേ ഉള്ളൂ ഇറങ്ങിയിട്ട്. ആ പുട്ടിയല്ല ഈ പുട്ടി. അപ്പം അത് മെൻഷൻ ചെയ്യണ്ടേ, അതായത് ഔട്ട്സൈഡ് ഉണ്ടോ ഇൻസൈഡ് ഉണ്ടോ, ഇനി സീലിംഗിലേക്ക് ഇത് ഇടുന്നുണ്ടോ ഉള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്തിരിക്കണം. അതായത് ഒരു തരത്തിലും പിന്നീട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള ഒരു ഇട വരുത്തരുത് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സിമന്റ് ടെക്സ്ചർ ഉള്ള വാളുകൾ ഉണ്ടാവും, പാനലിംഗ് ഉള്ള വാളുകളുണ്ടാവും. ഇപ്പൊ WPC ലൂവേഴ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പുട്ടിയിടേണ്ട കാര്യമില്ല. അതുപോലെ സീലിംഗ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫാൾ സീലിംഗ് ചെയ്യുന്ന ഏരിയ ഉണ്ടെങ്കിൽ അത് പുട്ടിയിടേണ്ട കാര്യമില്ല, അവിടെ പെയിന്റ് പോലും അടിക്കും, ആ ഏരിയ നമുക്ക് ഒഴിവാകാം. പിന്നെ പെയിന്റിലേക്ക് വരുന്ന സമയത്ത് 100 ക്വാളിറ്റി 100 ബ്രാൻഡ് ഉണ്ട്. അതായത് ഇൻസൈഡിൽ അടിക്കുന്ന തന്നെ ഒരു ലോ ക്വാളിറ്റി, മീഡിയം ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി. അപ്പോൾ അത് ഏത് ക്വാളിറ്റിയാണ്. ഇപ്പോൾ ഏഷ്യൻ പെയിൻസിലേക്ക് വരുവാണെങ്കിൽ അപ്കോലൈറ്റ് ആണോ, അപ്പെക്സ് ആണോ, പിന്നെ റോയൽ ആണോ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കും ഏതാണെന്നുള്ളത്. കളർ വരുമ്പോൾ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരും അല്ലേ. കളറിൽ പിന്നെ കളറ് വേറൊരു കഷ്ണം എന്ന് പറഞ്ഞാൽ ഈ 3-4 വാളിൽ 4 കളർ അടിക്കണം എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ അടിക്കണം എന്നുണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ പറയണം പുള്ളിയെടുക്കൽ. എനിക്ക് 4 ചോറിൽ 4 കളറാണ്, സീലിംഗിൽ വേറെ കളറാണ് എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. അതിലിപ്പോൾ കളർ കോഡൊക്കെ നേരത്തെ കിട്ടും. അതെ, ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്നതാണെങ്കിൽ അവരത് കൃത്യമായിട്ട് കളർ കോഡൊക്കെ നേരത്തെ കിട്ടും. ആ കളർ കോഡ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ വരും. ഇപ്പോൾ അതിനകത്ത് ബ്രാൻഡ് മെൻഷൻ ചെയ്യുക, അത് ബ്രാൻഡിനകത്ത് തന്നെ ഏത് ക്വാളിറ്റി അത് മെൻഷൻ ചെയ്താൽ പെയിന്റിനകത്തൊരു വിഷയങ്ങൾ ഒഴിവാക്കാമല്ലോ. അപ്പോൾ അത് പല വാഷബിൾ പെയിൻ്റ് ഉണ്ട്, അല്ലാത്ത പെയിൻ്റ് ഉണ്ട്. അതേതാന്ന് കറക്റ്റായിട്ട് 1-2 ഇപ്പോൾ ഏഷ്യനും ബർജർ ഏതെങ്കിലും XY ഏതെങ്കിലും 2 ബ്രാൻഡ് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ വെച്ച് സോൾവ് ആയി. അതിനകത്ത് റേറ്റിനകത്ത് വരുന്ന വേരിയേഷൻ ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. എക്സ്റ്റീരിയർ അല്ലേ. പിന്നെ അതുപോലെ നമുക്ക് ഈ വുഡിനകത്താണെങ്കിൽ നമുക്ക് ഇതിന് പോളിഷ് ഏതൊക്കെ വുഡ് ഡോസ് പോളിഷ് ഉണ്ട്. പോളിഷിന് അത്യാവശ്യം MRF പോലുള്ള ബ്രാൻഡൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല കോസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് അത് മെൻഷൻ ചെയ്തേക്കുക. പോളിഷ് ഉണ്ടെങ്കിൽ പോളിഷ്, പെയിന്റ് ആണെങ്കിൽ. പിന്നെ പലപ്പോഴും വിട്ടുപോകുന്ന സാധനമാണ് ഈ നമ്മൾ ചെറുതല്ലേന്ന് വിചാരിക്കുന്നത് അതിന്റെ ഹിഞ്ചസ്, ടവർ ബോൾട്ട്, ലോക്ക്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് ഇതിന്റെ റേറ്റ്. പ്രൈസ് ഇത്ര ബഡ്ജറ്റാണ്. ബ്രാൻഡ് വെക്കാതിരിക്കലാണ് നല്ലത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഡബിൾ ഡോർ ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ ലോങ് ലെങ്ത് ഹാൻഡിലൊക്കെയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല റേറ്റുള്ള സാധനമാണ്. അപ്പോൾ അത് SS-ന്റെ വരുന്നുണ്ട്. അല്ലാതെ തന്നെ ഇപ്പോൾ വുഡിൽ തന്നെ ലോങ് ഹാൻഡിൽസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അതിനൊക്കെ ടവർ ബോൾട്ടിന് തന്നെ സൈസ് ഉണ്ട്. 6 ഇഞ്ച് മുതൽ 10 ഇഞ്ച് വരെ വരുന്നുള്ള ബോൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെ, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ്. അത് ചെറിയ നമ്മുടെ ആ ഒരു കുറ്റി കൊളുത്ത് പറയുന്ന ആ സാധനം വരെ ഇമ്പോർട്ടന്റ് ആണ്. അതെ, അത് പല ടൈപ്പ് വരുന്നുണ്ട്, പല ടൈപ്പ് മെറ്റീരിയൽ ഉള്ള സാധനങ്ങൾ വരുന്നുണ്ട്. ഈ ഡോർ സ്റ്റോപ്പറിലേക്ക് വരുന്ന സമയത്ത് അതുണ്ടെങ്കിൽ അത് എഴുതാം. പല ആൾക്കാർ പിന്നെ ചോദിക്കും അത് അഗ്രിമെന്റില്ല, നിങ്ങൾ മേടിച്ചു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം കഴിഞ്ഞു അവിടെ. അതെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയാൻ വിട്ടുപോയ കാര്യമുണ്ട്, നമ്മുടെ ജനലിൽ വരുന്ന പട്ട കമ്പി അതിപ്പം റോഡ് ചെയ്യുന്നുണ്ട്. അത് ഏത് റോഡുണ്ട്, അത് കണക്ക് തന്നെ അത് സോളിഡ് അല്ലാത്തതുണ്ട്. അപ്പൊ അതേത് വേണം എന്നുള്ളത് ഡ്രോയിങ് കൃത്യമായിട്ട് ചെയ്ത് മേടിച്ച് ചെയ്യുക. അപ്പൊ എനിക്ക് ഇതൊക്കെ കുറെയൊക്കെ ആയില്ലേ, ഏകദേശം കവറായി. പിന്നീട് ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഉണ്ട്. ഇതിനകത്ത് പലപ്പോഴും നമ്മൾ ഓരോ പറഞ്ഞു നിർത്തി സ്വിച്ച്. ഇനി ഇതിനകത്തേക്കുള്ള ബാക്കി ഫാൻ, ലൈറ്റ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണോ അല്ലെങ്കിൽ ഈ ബിൽഡേഴ്സ് ചെയ്യണോ എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാൻ പറ്റും. ലൈറ്റിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അഗ്രിമെന്റിൽ ഉൾപ്പെടുത്താത്തതാണ് നല്ലത് പലപ്പോഴും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റീരിയർ ചെയ്തിരിക്കുന്ന ബിൽഡിംഗ് ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഏതൊക്കെ ലൈറ്റ് ആണ്. ഇപ്പോൾ തന്നെ നമുക്ക് സിലിണ്ടറിക് ലൈറ്റ് ഉണ്ട്, സർഫസ് LED വരുന്നുണ്ട്, കോവ് ലൈറ്റ്സ്, അത് കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ഇല്ലെന്നുണ്ടെങ്കിൽ മിക്കവാറൊക്കെ ക്ലയൻറ്റ് ലാസ്റ്റ് അവരെ ഇഷ്ടത്തിന് പർച്ചേസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇപ്പോഴും ഒരു ഡിസൈനറുടെ കീഴിൽ പോയാൽ ആ വീടിന് അതിൻ്റെതായ ഒരു ഭംഗി ഉണ്ടാവും, നീറ്റ്നെസ് ഉണ്ടാവും. അതുപോലെ നമ്മൾ ഹാൻഡ് റെയിൽ, അത് മെയിൻ ഒരു സാധനമാണ്. എക്സ്റ്റീരിയർ ഇന്റീരിയർ വരെ അതിൽ ഈ സ്റ്റെയറിൻ്റെ കാര്യമുണ്ട്. സ്റ്റെയർ കോൺക്രീറ്റ് സ്റ്റെയർ വേണോ, ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർ വേണോ, അതിൽ തന്നെ ഡബിൾ പാനലിംഗ് വേണോ, സിംഗിൾ പാനലിംഗ് വേണോ, ഇതൊക്കെ വലിയ നമ്മുടെ കോസ്റ്റ് മാറുന്നൊരു ഘടകമാണ്. പിന്നെ ഈ പലപ്പോഴും കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ഫീറ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിന് 18 സ്റ്റെപ്പ്, അതിങ്ങനെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരിക്കലും അത് ചെയ്യരുത്. കാര്യം സ്റ്റെപ്പിൻ്റെ എണ്ണം കുറയും തോറും കോസ്റ്റ് ചെറിയ വേരിയേഷൻ വരും, പക്ഷേ സ്റ്റെപ്പിൻ്റെ എണ്ണം കുറയും തോറും നമുക്ക് കയറാനുള്ള ഈസിനെസ് കൂടുതലാണ്. പ്രായമായ ആൾക്കാർക്ക് പോലും ഒരു 21 സ്റ്റെപ്പൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കയറാം. അതായത് ഒരു 15 സെൻറ്റിമീറ്റർ മിനിമം ഹൈറ്റ് വരുവാണെങ്കിൽ. അതുപോലെ സ്റ്റെയറിൻ്റെ വിട്ത് വലിയൊരു ഘടകമാണ്. പലപ്പോഴും ഒരു 3 ഫീറ്റൊക്കെ ആയിരിക്കും ചെയ്യുക, പക്ഷേ അതൊരിക്കലും ചെയ്യരുത്. കാര്യം നമ്മൾ ഹാൻഡ് റെയിൽ ചെയ്യുമ്പോഴത്തേക്ക് ഈ സ്റ്റെയറിലേക്ക് കുറഞ്ഞു വരും.
നമുക്ക് ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഔട്ട് സൈഡിൽ വെച്ചിട്ട് ചെയ്യാം. ഏറ്റവും കുറഞ്ഞത് 1 മീറ്ററെങ്കിലും കൊടുക്കുക എന്നുള്ളത്. 1.2 ഒക്കെ ചെയ്യുന്ന ഒരുപാട് വീടുകളുണ്ട്. കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിനാണ് 1.2 ബിൽഡിംഗ് റൂളിലുള്ളത്. പക്ഷേ 1 മീറ്റർ മിനിമം ചെയ്യുക. അതിൻ്റെ ഒരുപാട്, പിന്നെ അതിലേക്ക് വരുന്ന ട്രെഡിലും റൈസിലും ഗ്രാനൈറ്റ് ആണോ അതെ, പിന്നെ നമുക്ക് ട്രെഡിൽ മാത്രമേ ഗ്രാനൈറ്റ് ഉള്ളൂ എന്ന് എഴുതുക. അല്ലെങ്കിൽ പിന്നീട് റൈസും ഗ്രാനൈറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അവിടെ അടുത്ത സംസാരം. ടൈൽസിന് അങ്ങനെ ഒരു കാര്യമുണ്ട്, നമ്മൾ എവിടെയൊക്കെ ഗ്രാനൈറ്റ് വരുന്നുണ്ട്, എവിടെയൊക്കെ ടൈൽസ് വരുന്നുണ്ട്. സ്റ്റെയറിൽ ഹാൻഡ് റെയിൽ ഏതൊക്കെ ടൈപ്പ്, പല ടൈപ്പ്, സ്റ്റീല്, തടി, നമുക്ക് GA ചെയ്യാം, തടി ചെയ്യാം, ഫുള്ള് ഗ്ലാസ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ടഫൻ ഗ്ലാസ് നമ്മൾ പറഞ്ഞ് ജസ്റ്റ് പോയത്, അതിന്റെ തിക്നെസ് ഉണ്ട്. നമുക്ക് 8mm 12mm അതിന്റെ മുകളിലേക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ വ്യക്തമായിട്ട് ആ ഒരു പ്ലാൻ കിട്ടുമ്പോൾ തന്നെ വ്യക്തമായിട്ടൊന്ന് സ്റ്റഡി ചെയ്യുക അല്ലേ? എനിക്കൊരു കവർ ചെയ്തോ എങ്ങനെയാണ്? ഒരു വിധം നമുക്ക് ഏകദേശം കവർ ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പൗണ്ട് വാൾ കാര്യങ്ങളുണ്ട്. മിക്കവാറും ഈ ഒരു എഗ്രിമെന്റിനകത്ത് കോമ്പൗണ്ട് വാള്, അതുപോലെ തന്നെ കിണർ, പിന്നെ ലാൻഡ്സ്കേപ്പിംഗ് ഒന്നും കാർപോർച്ച് എക്സ്ട്രാ ആണെങ്കിൽ അതൊന്നും ഉൾപ്പെടുത്തുന്നില്ല എന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ്. പിന്നീട് എല്ലാം അവിടെ കഴിഞ്ഞിട്ട് അതിൽ ചെയ്യുന്നില്ലെന്ന് വെച്ചാൽ പെട്ട്. അതെ, ശരിയാ. കാർ പോർച്ച് ഇപ്പോൾ പലരും ഒരുമിച്ച് ചെയ്യുന്നില്ല, സെപ്പറേറ്റ് ചെയ്യുന്നത്. അത് 2 കാര്യങ്ങളാണ്. ചില ബിൽഡിങ്ങിന് കാർ പോർച്ച് അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. പല ആൾക്കാരും ഇതിൽ ഇനി സ്ക്വയർ ഫീറ്റ് കാർ പോർച്ചിന് വലിയ റേറ്റ് വരുന്നില്ലല്ലോ, എന്നാൽ പിന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തണ്ട എന്നുള്ളൊരു ചിന്തയിൽ കാർ പോർച്ച് മാറ്റി വയ്ക്കുന്നവരുണ്ട്. ഡബിൾ ഹൈറ്റിന്റെ കാര്യം മെൻഷൻ ചെയ്യണോ? ഡബിൾ ഹൈറ്റിന് തീർച്ചയായിട്ടും അതിന് എക്സ്ട്രാ റേറ്റ് തന്നെയാണ്. നമ്മുടെ ഏരിയയിലും അത് ഡബിൾ ഹൈറ്റ് ആയിട്ട് തന്നെ വരും. ചില ഏരിയൊക്കെ അത് എടുക്കലില്ല, പക്ഷേ ബിൽഡിംഗ് റോളിൽ ഡബിൾ ഹൈറ്റ് എപ്പോഴും കാണിക്കണം എന്നുള്ളതാണ്. പക്ഷേ കോൺട്രാക്റ്റിൽ കാണിക്കണ്ടേ? അത് കോൺട്രാക്റ്റിൽ കാണിക്കണം. അവർ വയ്ക്കും ഇവിടെ കോൺക്രീറ്റ് ഇല്ലെന്നാണ്, പക്ഷേ അത്യാവശ്യം നല്ലൊരു എക്സ്പെൻസ് വരും. ഇതിൻ്റെ ഡബിൾ ഹൈറ്റിലേക്ക് നമുക്ക് ചെയ്യുമ്പോൾ അറിയാമല്ലോ, ഇതിൻ്റെ ലേബർ കോസ്റ്റ് വളരെ കൂടുതലാണ്. കുറച്ച് മെറ്റീരിയൽ കോസ്റ്റ് കുറയുവാണെങ്കിലും ലേബർ കോസ്റ്റിൽ നല്ല വ്യത്യാസം വരും. അതുപോലെ ക്ലാഡിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെയൊക്കെ ഉണ്ട് എന്ന് മെൻഷൻ ചെയ്താൽ അതിനാണ് നമ്മൾ ഫസ്റ്റ് തന്നെ 3D ചെയ്ത് വെച്ചിട്ട്, പിന്നെ ആസ്പർ 3D ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് ഒരു ചേഞ്ചസും നമ്മൾ വരുത്താൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ അതിനകത്ത് പറ്റിയ ടൈല്, ബാത്റൂമിൽ ടൈൽ ഒട്ടിക്കുമ്പോൾ 7 അടി വേണോ, അത് റൂഫ് ടോപ്പ് വരെ ഒട്ടിക്കുന്ന രീതി എത്ര ഹൈറ്റിലാണ് നമ്മൾ ചെയ്യാവുന്നത്, അത് വിട്ടുപോയി, അത് മെൻഷൻ ചെയ്യണം. എനിക്കൊന്ന് ഒരുവിധം കാര്യങ്ങളൊക്കെ കവർ ചെയ്തെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഒരു പ്ലാൻ എടുത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റഡി ചെയ്യണം അല്ലേ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ. ഈ എഗ്രിമെന്റ് എഴുതുന്ന സമയത്ത് ഇതിന്റെ ഫസ്റ്റ് ഒരു പേജ് അതുകൂടെ നമുക്ക് പറയാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മുദ്രപത്രം എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്ത് എഴുതി രജിസ്റ്റർ ചെയ്യലാണ് എപ്പോഴും നല്ലത്. പക്ഷേ ആ രജിസ്ട്രേഷൻ കോസ്റ്റ് അത് പിന്നീട് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ഇതിനൊരു വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ഇത് പരസ്പരം വെച്ച് അങ്ങടും പഴി പറയാനല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് ഒരു 200 രൂപ നമുക്ക് ആ ഒരു ഡോക്യുമെൻറ്റിനകത്ത് എഴുതാം. ചില ആൾക്കാർ അത് 500 പോകും. മിനിമം 200 ആണ് നമ്മുടെ നിയമപരമായിട്ട് പറയുന്ന സാധനം. അതിൻ്റെ ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഒരു ബിൽഡറാണ്, അരുൺ ക്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ 2 അഡ്രസ്സ് കാര്യങ്ങൾ വെച്ചിട്ട് മെൻഷൻ ചെയ്യുന്നു. നമുക്ക് ഇത്ര സെൻറ്റ് പ്ലോട്ടിൽ ഇത്ര സ്ക്വയർ ഫീറ്റിൽ പുതുതായിട്ട് ചെയ്യുന്ന ബിൽഡിംഗ് ഇത്ര കാലാവധിക്കുള്ളിൽ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഫിനിഷ് ചെയ്ത് തരാമെന്നുള്ളൊരു എഗ്രിമെൻ്റാണ്. ഓക്കെ, അതിനകത്ത് ഒരു ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് പറ്റിയത് അബദ്ധമാണ്. ഇതിനകത്ത് എൻ്റെ എഗ്രിമെൻറ്റിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു, വീട് പണി കഴിഞ്ഞിട്ട് അളന്ന് തിട്ടപ്പെടുത്തി, ഇപ്പോൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് ഫൈനൽ റേറ്റ് എടുക്കാമെന്ന്. പക്ഷെ അതിൻ്റെ കാര്യമില്ലല്ലോ. അതിപ്പോൾ ഞാനൊരു പണി അറിഞ്ഞുകൂടാ, എനിക്ക് അതെ വന്നെനിക്ക് അവസ്ഥ പറ്റി. ഇത് നമ്മൾ ടോട്ടൽ കോസ്റ്റ് ഞാൻ കൊടുക്കുന്ന ഒരു പ്ലാനിൽ ചേഞ്ചസ് ഇല്ലെങ്കിൽ സെന്റിമീറ്റർ അങ്ങോട്ടും ചേഞ്ച് അത് കോൺട്രാക്ടറുടെ പ്രശ്നമാണ്. അയാൾക്ക് പണി അറിയാത്തതുകൊണ്ട് വരുന്ന പ്രശ്നമാണത്. ഇത് കോൺട്രാക്ടർ പ്രശ്നം മാത്രമല്ല, നമുക്ക് ഒരു പക്ഷേ കൂടിയാൽ ചിലപ്പോൾ ക്ലൈന്റ് ഹാപ്പി ആയിരിക്കും. ഈ കുറഞ്ഞാൽ ചില കൺജസ്റ്റഡ് ഏരിയയിലുണ്ട്, നമ്മൾ കൃത്യമായിട്ട് പിന്നെ ബെഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കണതിനകത്തൊരു 30 സെന്റിമീറ്റർ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിങ് സൈസ് ബെഡ് എന്നുള്ളത് ക്യൂൺ സൈസിലേക്ക് പോകേണ്ടി വരും. അത് വലിയൊരു വിഷയമാണ്. ടോട്ടൽ കോസ്റ്റ് മെൻഷൻ ചെയ്തില്ല, ആസ് പെർ പ്ലാൻ മെൻഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ പ്ലാൻ അതാ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നമ്മുടെ എഗ്രിമെന്റിന്റെ ഒപ്പം ഈ പ്ലാൻ 3D ഉൾപ്പെടെ എന്തൊക്കെ ഡ്രോയിങ് കൊണ്ട് അറ്റാച്ച് ചെയ്യണം, അതിൽ 2 കൂട്ടരും സൈൻ ചെയ്തിരിക്കും. അതിനകത്ത് പിന്നീട് ഒരു മാറ്റവും ഇല്ല. എന്നിട്ട് അതിൽ എഗ്രിമെന്റിൽ പ്രത്യേകം എഴുതാനുള്ളതാണ്, ഈ പറഞ്ഞിരിക്കുന്ന എഗ്രിമെന്റ് പ്രകാരം ഇതിന് മുന്നോട്ട് എന്തെങ്കിലും ഒരു എക്സ്ട്രാ സാധനം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് നിങ്ങൾ പേ ചെയ്തിരിക്കും. അത് 2 പേരും കൂടി ഒരു എക്സ്ട്രാ മീറ്റിംഗ് എടുത്ത് അതിനൊരു ധാരണ, ഒരു അഡീഷണൽ എഗ്രിമെന്റ് ചെറിയൊരു മുദ്രപത്രത്തിൽ ഇതിൽ സെക്കൻഡ് പേജിൽ ഗ്രൗണ്ട് ഫ്ലോർ ഇത്ര സ്ക്വയർ ഫീറ്റ് ആണ്, ഫസ്റ്റ് ഫ്ലോർ ഇത്ര സ്ക്വയർ ഫീറ്റ് ആണ്, ടോട്ടൽ ഇത്ര സ്ക്വയർ ഫീറ്റ് ആണ്, സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപയാണ്, ടോട്ടൽ ഇത്ര രൂപയാണ് കോസ്റ്റ് വരും. അതെ, അടുത്ത സ്റ്റേജിലേക്ക് ഇത്രയാണ് ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ്, ഇതിലേക്ക് ഫസ്റ്റ് അഡ്വാൻസ്ഡ് എമൗണ്ട് ഇത്രയാണ്, ആഫ്റ്റർ ഫൗണ്ടേഷൻ
എത്രയാണ്, ലിൻഡൽ കോൺക്രീറ്റ് എത്രയാണ്, അത് പെർസെൻറ്റേജിൽ ചെയ്യുന്നവരുണ്ടാവും, ക്യാഷായിട്ട് തന്നെ കാണിക്കുന്നവരുണ്ടാവും. അവസാനം ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ, അതായത് ആഫ്റ്റർ ഫിനിഷിങ് ഇത്ര രൂപയാണ് ഇതൊരു ബാലൻസ് ഉണ്ടാവുക. പേയ്മെന്റ് ഷെഡ്യൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഫൗണ്ടേഷൻ അഡ്വാൻസ് മേടിക്കുന്നവരുണ്ടല്ലേ, അഡ്വാൻസ് മേടിച്ചേ പറ്റുള്ളൂ, കാരണം സ്വന്തം കാശ് ചെയ്യാൻ പറ്റൂല. അഡ്വാൻസ് പിന്നെ ഫൗണ്ടേഷൻ കഴിയുമ്പോൾ ഒരു എമൗണ്ട്, അതല്ലേ കറക്റ്റ്, ഓരോ സ്റ്റേജ് വൈസ്. അതുപോലെ നമ്മളിപ്പോ ബാങ്ക് ഒക്കെ ലോൺ കൊടുക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു ക്രൈറ്റീരിയ തന്നെയാണ് അത്. അതെ, ലിൻഡൽ ലെവലല്ലേ, അടുത്ത ലിൻഡൽ ലെവൽ, പിന്നെ മെയിൻ കോൺക്രീറ്റ്, പിന്നെ അടുത്ത ഫ്ലോർ ഉണ്ടെങ്കിൽ ഈ സെയിം ലെവൽ റിപ്പീറ്റ് ചെയ്യും, പിന്നെ പ്ലാസ്റ്ററിങ്. ഇപ്പം ടൈൽ പർച്ചേസ് ചെയ്യുന്ന സമയത്താവാം, ഇപ്പം ഒരു കുറച്ച് ഷെഡ്യൂൾ പ്രോപ്പറായിട്ട് ഒരു ഷെഡ്യൂൾ, ഓവർ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ. രണ്ട് ഗുണങ്ങളാണ്. ഒന്ന്, കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം പറയേണ്ട കാര്യമില്ല, എനിക്ക് ഇത്ര എമൗണ്ട് കിട്ടണം എന്നുണ്ട്. ക്ലൈന്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇനി എത്ര കൊടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ പ്ലാൻഡ് ആയിരിക്കും, രണ്ടുപേർക്കും പറ്റും. ഇന്ന സമയത്ത് എനിക്ക് പൈസ കൊടുക്കണം, കോൺട്രാക്ടർക്ക് അറിയാം ഇന്ന സമയത്ത് എനിക്ക് അവിടുന്ന് പൈസ കിട്ടും. അപ്പോൾ ആ വർക്ക് ഫ്ലോയും പെർഫെക്റ്റ് ആയിട്ട് നടക്കും. പലയിടത്തും വർക്ക് ഫ്ലോ നടക്കാത്തതിൻ്റെ റീസൺ പ്രോപ്പറായിട്ട് ക്ലൈൻറ്റ്, അതെ, ഫണ്ടിങ് ഇഷ്യൂ വലുതായിട്ട് വരാറുണ്ട്. അപ്പോൾ അത് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യണം. ഓവർ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ പ്ലാൻ ചെയ്യണം. ഇത്രയൊക്കെയാണ് അല്ലേ. ഇനി ബാക്കി ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ, ഡോക്യുമെൻറ്റേഷൻ നമ്മൾ ഈ പറഞ്ഞ കണക്ക് അത് നമ്മൾ ചെയ്തു, ജസ്റ്റ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. നമ്മൾ ബാക്കി എല്ലാ പേജിലും സൈൻ ചെയ്യുന്നു. ഒരു കോപ്പി നിങ്ങൾ സൂക്ഷിക്കുന്നു, ഒരു കോപ്പി ഞാൻ സൂക്ഷിക്കുന്നു. എല്ലാ ടൈമിലും നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് അത് റെസിപ്റ്റ് മേടിക്കുന്നു. ഇനി ഇതിൽ മറ്റൊരു വിഷയമാണ് GST എന്ന് പറയുന്നത്. വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. നമുക്കറിയാം ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സംബന്ധിച്ചിടത്തോളം 80% ആണ് GST എന്ന് പറയുന്നത്. അപ്പം GST ഉള്ളൊരു ക്ലൈൻ്റ് ആണെങ്കിൽ പേ ചെയ്യുക, അത് ക്ലെയിം ചെയ്ത് മേടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കോൺട്രാക്ടറോ ഒരു ബിൽഡറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആർക്കിടെക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾ 80%-ൽ നിന്ന് GST കൊടുക്കണം, അയാൾ ബാധ്യസ്ഥനല്ല. അയാൾ കൊടുക്കും, പക്ഷേ അത് ക്ലൈൻറ്റിൻ്റെ നിന്ന് മേടിക്കും. GSTക്ക് ഒരു രൂപം ഉണ്ടല്ലോ, ചെയ്യുന്നവർക്കറിയാം. ആ രീതി പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിലും പിന്നീട് ഒരു സംസാരം വേണ്ട. അതെ, GST എന്ന് വരുമ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഏകദേശം കാര്യങ്ങളൊക്കെ ആയി. പിന്നെ കേസ് ടു കേസ് ചെറിയ ചെറിയ ചേഞ്ചസുകൾ വരാം. ആ സമയം പിന്നെ ഇതിൽ ശരിക്കും പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇതിനകത്ത്. കാര്യം നിങ്ങൾ എൻ്റെ അടുക്കൽ എത്രത്തോളം നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് അത്രയും നല്ലൊരു ഔട്ട്പുട്ട് ആ ഒരു ബിൽഡിങ്ങിൽ ഞാൻ നിങ്ങൾക്ക് തരും. ഇതാണ് ഇതിൻ്റെ ഒരു ഉറപ്പ് എന്ന് പറയുന്നത്. പിന്നെ എത്രയൊക്കെ എഗ്രിമെൻ്റ് എഴുതിയാലും വിശ്വാസം അത് വലിയൊരു ഘടകമാണ്. ഇപ്പോൾ ഞാൻ M20 ഗ്രേഡ് മിക്സ് എന്ന് ഞാൻ എഴുതി വെക്കും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിത് അജ്ഞനാണ്. ഓക്കെ, അപ്പം ഞാൻ ആ ഒരു റേഷ്യോ എഴുതി വെച്ചാൽ ഇത് ചെയ്യാനുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ഞാനത് നിങ്ങളെന്നെ തരുന്ന ആ ഒരു ട്രസ്റ്റ് ഞാൻ തിരിച്ച് തരിക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 100 ബാഗ് കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു 300 ബാഗ് പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഈ 300 ബാഗ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു ക്ലൈൻറ്റിന് വന്ന് നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതൊരു വിശ്വാസമാണ്. ഇനി അങ്ങനെ വിശ്വാസം ഇല്ലാത്തവർക്ക് അടുത്ത ഓപ്ഷനാണ് ഒരു കൺസൾട്ടൻ്റ് വെക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ അതിനകത്തൊരു പ്രശ്നമില്ല. അതിനൊരു പേയ്മെൻറ്റ് ഉണ്ടാവും, അയാളുണ്ടെങ്കിൽ അയാൾ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തോളും, അതിൻ്റെ സൂപ്പർവിഷൻ കാര്യങ്ങളൊക്കെ. യാതൊരു തരത്തിലും രണ്ടുപേരും പറ്റിക്കാനായിട്ടൊരു സാധ്യതയില്ല. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകും. അതിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു മീറ്റിംഗ്സ് എടുക്കുക. അതെ, ഒരു ശരിക്കും ഞാൻ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചില ക്ലയൻസ് ഇപ്പോൾ വിദേശത്തായിരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡ് പുറത്തായിരിക്കും, വൈഫ് ഇവിടെ ആയിരിക്കും, നമ്മളുണ്ടാവും. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെല്ലാവരെയും ചേർത്തിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്യുക. അപ്പോൾ അതിനകത്ത് എല്ലാ ദിവസത്തെ വർക്ക് നമ്മൾ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യും. അവരുടെ അഭിപ്രായങ്ങൾ പറയാം, അവർക്ക് അതിന് മുന്നേ ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാം. ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് ശരിക്കും ലൈവായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ഫീൽ എപ്പോഴും അവർക്കുണ്ടാവും. അത് വലിയൊരു ഇതാണ്. അപ്പം നമ്മൾ ആര് വർക്ക് ചെയ്താലും ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ അത്രത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ടെക്നോളജി അത്രത്തോളം മാറി. ഇനി വൈഫൈ ഒക്കെ ഉണ്ടെങ്കിൽ സൈറ്റിൽ CCTV ഫിക്സ് ചെയ്യുക, ലൈവായിട്ട് നമുക്ക് കാണാം, വർക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർമാറ്റ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അത്രയൊക്കെ ഉള്ളൂ. ഒരുപാട് ലെങ്ത് ആയെന്ന് തോന്നുന്നു, പക്ഷേ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാറുണ്ട് അല്ലേ. വി ആർ സൈനിങ് ഓഫ്. ആർക്കിഫൈ ടോക്സ്.